السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്നത്തെ ഈ ദിവസം പുലർക്കാല ചിന്തകൾ എന്ന സെഷനോടുകൂടി സുബ്ഹി നമസ്കാരാനന്തരം 6:30 മണിയോടുകൂടി ആരംഭിച്ച ഈ പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് 9:30 നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. സുബ്ഹിന്റെ സമയം മുതൽ ഈ വൈകിയ സമയം വരെ ഇന്നത്തെ ദിവസം
ജനുവരി 20 ശനിയാഴ്ച എന്ന ഈ ദിവസം മുഴുവനും ഭൗതികമായ മറ്റ് കാര്യങ്ങളും താല്പര്യങ്ങളും ആവശ്യങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് വീട് അടച്ചുപൂട്ടി ഇത്രയും സമയം ഇവിടെ ഇരുന്ന് തന്ന സഹകരിച്ച നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. രാവിലെ മുതൽ ഒരുപാട് പ്രഭാഷണങ്ങൾ, മദ്രസ വിദ്യാർത്ഥികളുടെ അടക്കമുള്ള മറ്റ് പ്രോഗ്രാമുകൾ എല്ലാം സൈലൻ്റായി അടങ്ങി ഒതുങ്ങി നല്ല കുട്ടികളായി നല്ല ഓഡിയൻസായി ഇത്രയും നേരം നിങ്ങൾ ക്ഷമിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. നിറഞ്ഞ മനസ്സോടെ ഇന്ന് ഈ സദസ്സ് വിട്ടുപോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെയും പ്രവാചക അധ്യാപനങ്ങളുടെയും പേരിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നു. അത് പള്ളിയിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും ഇതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സദസ്സുകളാണെങ്കിലും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അള്ളാഹുവിൻ്റെ കലാമാണോ പ്രവാചകൻ്റെ തിരുവചനങ്ങളാണോ, ആ സദസ്സിൻ്റെ പ്രത്യേകത, പോരിഷ, മഹത്വം എന്ന് പറയുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. ഹഫ്ഫത്ഹുമുൽ മലായിക, അല്ലാഹുവിൻ്റെ മാലാഖമാർ അവർക്ക് ചുറ്റും ഒരുമിച്ച് കൂടുകയാണ്. വഗശിയതുഹുമുർ റഹ്മ, റഹ്മത്ത് കൊണ്ട് അവരെ പൊതിയുകയാണ്. വനസലത് അലൈഹിമുസ് സകീന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് സക്കീനത്ത്, ശാന്തി, സമാധാനം ഇറക്കി കൊടുക്കുകയാണ്. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സമീപസ്ഥരായ മലായികത്തുകളോട് ഈ സദസ്സിലുള്ള ഓരോ കുട്ടികളെയും പ്രായമായവരെയും ആണിനെയും പെണ്ണിനെയും സംബന്ധിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അഭിമാനം കൊള്ളുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ച മഹനീയമായ ഒരു മജ്ലിസിൽ മണിക്കൂറുകളോളം, ഒരു പകല് മാത്രമല്ല രാത്രിയുടെ ചില ഭാഗങ്ങളും കഴിച്ചുകൂട്ടാൻ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനോടുള്ള സ്നേഹമാണ് ഈ സദസ്സിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുവന്നതെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഭൂമി വർത്തമാനം പറയുന്നൊരു ദിവസത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രയോഗമുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്കെല്ലാം സുപരിചിതമായ ഖുർആനിൻ്റെ ചെറിയൊരു അധ്യായമാണ് 99-ാം അധ്യായം, സൂറത്തു സിൽസാൽ. സൽസല, ഇദാ സുൽസിലത്ത് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നമുക്കെല്ലാവർക്കും സുപരിചിതമായ വിശുദ്ധ ഖുർആനിൻ്റെ ചെറിയൊരു അധ്യായമാണ്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമി അതിൻ്റെ വർത്തമാനം പറയുന്നൊരു ദിവസമുണ്ട്. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും ഹാജരാക്കപ്പെടുമ്പോൾ, ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഭൂമി അതാ അതിൻ്റെ വർത്തമാനം പറയുന്ന ദിവസമാണ്. ഭൂമിയുടെ വർത്തമാനമെന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മുകളിൽ വെച്ച് ആണാകട്ടെ പെണ്ണാകട്ടെ നിങ്ങളെന്താ ചെയ്തത്, നിങ്ങൾ ഓരോരുത്തരും എന്താണ് പ്രവർത്തിച്ചത്,
നിങ്ങൾ എന്താണ് കണ്ടത്, നിങ്ങൾ എന്താണ് കേട്ടത്, നിങ്ങൾ എന്താണ് സംസാരിച്ചത്, നിങ്ങളുടെ സമയം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ചെലവഴിച്ചത്? ഇങ്ങനെ ഈ ഭൂമിക്ക് മുകളിൽ വെച്ച് നിങ്ങൾ ചെയ്ത നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാം അതാ ഭൂമി വിളിച്ചു പറയുന്ന ദിവസത്തിൽ അല്ലാഹുവേ റബ്ബേ റഹ്മാനെ റഹീമേ ഗഫൂറേ ഗഫാറേ മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ തമ്പുരാനെ, നിന്റെ കോടതിയിൽ ഭൂമി വർത്തമാനം പറയുന്ന ദിവസത്തിൽ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുകൂലമായി ഞങ്ങളുടെ നന്മയുടെ മീസാനിൽ കനം തൂങ്ങുന്ന പ്രവർത്തനമായി ഈ മഹല്ല് സംഗമത്തെ ഈ കൂട്ടായ്മയെ നീ സ്വീകരിക്കണേ അല്ലാ. ഭൂമി ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ഒരു സാഹചര്യം നിന്റെ കോടതിയിൽ ഞങ്ങൾക്കുണ്ടാക്കി തരണേ അല്ലാ. പ്രാർത്ഥിക്കുക. രാവിലെ മുതൽ ഈ നേരം വരെ നാം ഇവിടെ ഇരുന്നെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ചെയ്തത് ചില്ലറയല്ല, എത്ര പറഞ്ഞാലും മതിയാകില്ല. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ഇന്ന് ഈ ചാത്തല്ലൂരിൽ ഇങ്ങനെ ഒരു മഹല്ല് സംഗമം, ഈ മഹല്ലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത ആളുകൾ ഇങ്ങനെ ഒരു സംഗമം, ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നാം ഏതൊരു അമല് ചെയ്യുമ്പോഴും നമ്മുടെ നിയ്യത്ത് അത് കണക്കിലെടുത്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുക. നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ അറിവ്, നമ്മുടെ സമ്പത്ത് എല്ലാം ഇന്നത്തെ ദിവസം അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി മാറ്റിവെച്ചവരായി നാം മാറിയെങ്കിൽ തീർച്ചയായും ഈ ദിവസം നാളെ നന്മയുടെ മീസാനിൽ കനം തൂങ്ങുന്ന പ്രവർത്തനമായി മാറുമെന്നതിൽ സംശയമില്ല. എന്തിനാണ് സഹോദരങ്ങളെ രാവിലെ മുതൽ രാത്രി വരെ ഭൗതികമായ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നത്? ദുനിയാവിൻ്റെതായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ? അല്ല. ആരുടെയെങ്കിലും കയ്യടി കിട്ടാൻ വേണ്ടിയാണോ? അല്ല. നേരെ മറിച്ച് വിശ്വാസികളായ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നാളെ റബ്ബിൻ്റെ കോടതിയിലുള്ള വിജയമാണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾക്ക് എൻ്റെ റബ്ബിൻ്റെ കോടതിയിൽ എനിക്ക് അനുകൂലമായിട്ട് എനിക്ക് നന്മ കിട്ടുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. നന്മയുടെ മീസാൻ കനം തൂങ്ങണം. അവൻ തൃപ്തികരമായ ജീവിതത്തിലാണ്. നന്മയുടെ മീസാനെങ്ങാനും കനം കുറഞ്ഞു പോയോ അവന്റെ സങ്കേതം ഹാവിയത്താണ്. എന്താണ് ഹാവിയ? ചൂടേറിയ നരകാഗ്നിയാണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ചെറിയ അധ്യായം സൂറത്തുൽ ഖാരിഅ 101-ാം അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓതിത്തരികയാണ്. ഇതിൻ്റെ ഒക്കെ പിന്നിലുണ്ടായിരിക്കേണ്ട ലക്ഷ്യം എനിക്ക് നാളെ ഇത് റബ്ബിൻ്റെ കോടതിയിൽ കിട്ടണം എന്നൊരു ലക്ഷ്യമായിരിക്കണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ വിശ്വാസികളായ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത്. ഇല്ല എങ്കിലോ നാളെ പരലോകത്ത് ഒരിക്കലും നമുക്കിതിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയില്ല. രാവിലെ മുതലല്ല ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടി എനിക്ക് മുമ്പ് സംസാരിച്ചൊരു ലേഡി അവരിവിടെ പറയുകയുണ്ടായി, 2 മാസം മുമ്പ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവർ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ന്. മാസങ്ങളായി ഇതിൻ്റെ ചിന്തയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. മാസങ്ങളായി ഇതിൻ്റെ പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. ഇത്തരമൊരു സംഗമം ഒരുക്കുന്നതിന് വേണ്ടി, പന്തലിടുന്നതിന് വേണ്ടി, നോട്ടീസ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി, പോസ്റ്റർ ഒട്ടിക്കുന്നതിന് വേണ്ടി, ഈ പ്രോഗ്രാമിൽ സംസാരിക്കുന്നതിന് പണ്ഡിതന്മാര് ക്ലാസ് എടുക്കാനായി ക്ഷണിക്കുന്നതിന് വേണ്ടി ദിവസങ്ങളോളമായി ഇതിൻ്റെ പിന്നിൽ നമ്മൾ പ്രവർത്തിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് നാളെ റബ്ബിൻ്റെ കോടതിയിൽ സഹോദരങ്ങളെ നമുക്ക് കൂലി കിട്ടണ്ടേ? കൂലി കിട്ടിയില്ല എങ്കിൽ നമുക്ക് സഹിക്കാൻ കഴിയുമോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്നു. വൈകുന്നേരമാകുമ്പോൾ കൂലിയില്ല എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയുമോ? ഒന്നും ചെയ്യാതിരിക്കലല്ല, ചെയ്തിട്ടും കൂലി കിട്ടാതെ പോയാൽ സഹോദരങ്ങളെ എത്രമാത്രം സങ്കടകരമാണ്. വിശുദ്ധ ഖുർആനൊന്ന് മറിച്ചു നോക്കിയാൽ
ഖുർആനിന്റെ ഒരു ചെറിയ അധ്യായം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. സൂറത്തുൽ ഗാശിയ ഖുർആനിന്റെ 88-ാം അധ്യായമാണ്. എന്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്? ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹു യൗമഇദിൻ ഗാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീ ലാ യുസ്മിനു വലാ യുഗ്നീ മിൻ ജൂ. നമുക്കൊക്കെ അറിയാവുന്ന അധ്യായമാണ്. ഖുർആനിന്റെ 88-ാം അധ്യായമാണ്. ഒരുപക്ഷെ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിൽ നമ്മുടെ നാട്ടിലെ ഖത്തീബ് ആ ജുമാ നമസ്കാരത്തിൽ ഓതൽ സുന്നത്തായ സൂറത്താണ് ഹൽ അതാക ഹദീസുൽ ഗാശിയ. ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലോകാവസാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എല്ലാത്തിനെയും മൊത്തത്തിലായി മൂടിക്കളയുന്ന, ആവരണം ചെയ്യുന്ന ആ വർത്തമാനത്തെ പറ്റിയുള്ള, മൂടുന്ന സംഭവത്തെ പറ്റിയുള്ള വർത്തമാനം നബിയെ താങ്കൾക്ക് വന്നു കിട്ടിയോ? വുജൂഹു യൗമഇദിൻ ഖാശിഅ. അന്നേ ദിവസം അതാ ചില മുഖങ്ങൾ അങ്ങേയറ്റം വിനയം കാണിക്കുകയാണ്, താഴ്മ പ്രകടിപ്പിക്കുകയാണ്. ഖുശൂഓടുകൂടി അള്ളാഹുവിന്റെ കോടതിയിൽ, പരലോക വിചാരണയുടെ കോടതിയിൽ ചില മുഖങ്ങളതാ താഴ്മയോടെ നിൽക്കുകയാണ്. എങ്ങനെയുള്ള മുഖങ്ങളെന്നറിയുമോ? ആമിലത്തുൻ നാസിബ, ആമിലത്തുൻ നാസിബ. പണിയെടുത്ത് ക്ഷീണിച്ച മുഖങ്ങളാണ്. ഒന്നും ചെയ്യാത്തവരല്ല, ഒന്നും പ്രവർത്തിക്കാത്തവരല്ല, ദുനിയാവിൽ പണിയെടുക്കാത്തവരല്ല. ഒരുപാട് പണിയെടുത്ത് ക്ഷീണിച്ചവരായി അള്ളാഹുവിന്റെ കോടതിയിൽ അതാ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കൂലി വാങ്ങാൻ വന്നിരിക്കുകയാണ്. അവരുടെ പ്രവർത്തനത്തിന്റെ, അധ്വാനത്തിന്റെ ഫലമെന്നോണം വിയർപ്പിന്റെ കണങ്ങൾ അവരുടെ വദനങ്ങളിൽ നിന്ന് ഇറ്റി വീഴുന്നുണ്ട്. ഇത്രയേറെ പണിയെടുത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കൂലി വാങ്ങാൻ വിനയത്തോടെ താഴ്മയോടെ എത്തി നിൽക്കുന്ന ഈ മുഖങ്ങളുണ്ടല്ലോ, ഈ മുഖങ്ങളെപ്പറ്റി തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തസ്ലാ നാറൻ ഹമിയ, തസ്ലാ നാറൻ ഹമിയ. ആ മുഖങ്ങൾ സ്വർഗത്തിലാണ് എന്നല്ല, ആ മുഖങ്ങൾ സ്വർഗത്തിലാണ് എന്നല്ല ഖുർആൻ പറയുന്നത്. തസ്ലാ നാറൻ ഹമിയ. ആ മുഖങ്ങളതാ ചൂടേറിയ നരകാഗ്നിയിൽ കിടന്ന് എരിയുന്നതാണ്. തുസ്ഖാ മിൻ ഐനിൻ ആനിയ. ചുട്ടുതിളക്കുന്ന പാനീയമാണ് അവർക്കവിടെ കുടിപ്പാനായി നൽകപ്പെടുന്നത്. ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീഇൽ നിന്നല്ലാതെ മറ്റൊരു ഭക്ഷണവും അവർക്ക് അവിടെ ഉണ്ടായിരിക്കുന്നതല്ല. എന്താണ് ദരീ എന്ന് പറഞ്ഞാൽ? ലാ യുസ്മിനു വലാ യുഗ്നീ മിൻ ജൂ. വിശപ്പിന് ശമനം ലഭിക്കില്ല, ശരീരത്തിന് പോഷണവും ലഭിക്കില്ല. നരകത്തിൻ്റെതായ ശിക്ഷയുടേതായ ഒരു ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാണ്. ചെയ്തിട്ടും കഴിച്ചിലായില്ല, പണിയെടുത്ത് ക്ഷീണിച്ചിട്ടും അതിൻ്റെ കൂലി കിട്ടിയില്ല. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ മറിച്ചാൽ വിശുദ്ധ ഖുർആനിൻ്റെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ് ഒരുപക്ഷെ നമുക്ക് മനപ്പാടായിരിക്കും. ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം മുതൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്തായതുകൊണ്ട് നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന നമുക്ക് ആ സൂറത്തുമായി ഒരു പക്ഷെ നല്ല ബന്ധമുണ്ടാവും. ആ സൂറത്തൊന്ന് എടുക്ക് നിങ്ങൾ, അതിൻ്റെ അവസാന ആയത്തുകളൊന്ന് മറിച്ചു നോക്ക്. എന്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്? ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യക്സബൂന അന്നഹും യുക്സിനൂന സുൻആ ഉലൈക അല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി ഫഹബിതത് അഅമാലുഹും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا. ഖുൽ നബിയെ പറയണേ, ചോദിക്കണേ, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളെ സംബന്ധിച്ച്
നാം നിങ്ങൾക്ക് വിവരം നൽകട്ടെയോ? ഒന്നും ചെയ്യാതെ നഷ്ടത്തിലായവരല്ല, ചെയ്തിട്ടും നഷ്ടത്തിലായ, അമലുണ്ടായിട്ടും നഷ്ടത്തിലായി പോയ, കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളെ സംബന്ധിച്ച് നാം നിങ്ങൾക്ക് വിവരം നൽകട്ടെയോ? അല്ലദീന, അവർ യാതൊരു കൂട്ടരാണ്, ദല്ല, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങ് പിഴച്ചുപോയി, ദല്ല സഅയുഹും, അവരുടെ പ്രയത്നങ്ങളെല്ലാം പിഴച്ചുപോയി, ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിൻ്റെ ജീവിതത്തിൽ അവർ ചെയ്തു വെച്ച അവരുടെ പ്രയത്നങ്ങൾ, അവരുടെ അധ്വാനങ്ങൾ, അവരെ പണിയെടുത്തവരാണ്, രാപ്പകൽ ഓടി നടന്നവരാണ്, ദീനിനു വേണ്ടി ഓടിയവരാണ്, ജനങ്ങളുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചവരാണ്, ജനങ്ങളുടെ അംഗീകാരം ലഭിച്ചവരാണ്, ഒരുപാട് അമലവർക്കുണ്ട്. പക്ഷേ ദുനിയാവിൻ്റെ പ്രയത്നങ്ങളെല്ലാം അങ്ങ് പിഴച്ചുപോയി, പാഴായിപ്പോയി. വഹും, അവരാകട്ടെ, യക്സബൂന, അവർ വിചാരിക്കുകയും ചെയ്തു, അന്നഹും യുക്സിനൂന സുനആ, തങ്ങളുടെ പ്രവൃത്തികളെല്ലാം തങ്ങൾ നന്നായി ചെയ്യുന്നു എന്നാണ് അവർ വിചാരിച്ചത്. ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ ചെയ്യുന്നതാണ് ഏറ്റവും മുന്തിയത്, ഞാൻ പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത്, ഞാൻ പ്രവർത്തിക്കുന്നതാണ് തൗഹീദ്, ഞാൻ ചെയ്യുന്നതാണ് സുന്നത്ത്, ഞാനാണ് ശരിയായ നിലപാടിൽ നിലകൊള്ളുന്നത്, ഞാനാണ് സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കുന്നത്, ഞാൻ സഞ്ചരിക്കുന്ന സിറാത്താണ് ഏറ്റവും നല്ലത് എന്നൊക്കെയാണ് അവർ വിചാരിച്ചത്, കരുതിയത്. എന്നിട്ടും അവരുടെ പ്രയത്നങ്ങളെല്ലാം പിഴച്ചുപോയി, പാഴായിപ്പോയി. ആ ഒരു ഗതികേട് സഹോദര സഹോദരി, എന്നെയും നിങ്ങളെയും പിടികൂടാൻ പാടില്ല. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒന്നാമതായി നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. എല്ലാവരും വന്നു ഞാനും വന്നു അങ്ങനെയല്ല, എല്ലാവരും ചെയ്തു ഞാനും ചെയ്തു അങ്ങനെയല്ല, എല്ലാവരും കൂടി ഞാനങ്ങ് കൂടെ കൂടിക്കൊടുത്തു എന്നല്ല. നേരെ മറിച്ച് കൃത്യമായൊരു വിശ്വാസത്തിൻ്റെ മേലായിരിക്കണം ഏതൊരു കർമ്മവും നമ്മൾ ചെയ്യേണ്ടത്. വിശ്വാസം ശരിയല്ലയോ, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാന്റെ റസൂലിനെ വിളിച്ചിട്ടാണ് ഖുർആൻ പറഞ്ഞത്. അള്ളാന്റെ റസൂലിനോട് മാത്രമല്ല, സകല പ്രവാചകന്മാരോടും ഖുർആൻ പറഞ്ഞ കാര്യമാണ്. വിശുദ്ധ ഖുർആനിന്റെ 39-ാം അധ്യായത്തിന്റെ 65-ാമത്തെ വചനമാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, താങ്കൾക്കും താങ്കളുടെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കും ആ വഹി നൽകി. എന്താണ് ആ വഹി? നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ, അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, നിന്റെ തൗഹീദ് പൂർത്തിയായിട്ടില്ലെങ്കിൽ ലയഹ്ബതന്ന അമലുക, നിന്റെ അമലുകളെല്ലാം ബാത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് ശിർക്ക് ചെയ്തിട്ടാണോ? അല്ല. ഭാവിയിൽ ശിർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. പ്രവാചകനോട് ഇത് പറയുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. ആ പ്രവാചകനിലൂടെ ലോകത്തുള്ള സകല മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിന്റെ ഗൗരവം അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ശിർക്കെങ്ങാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ലയഹ്ബതന്ന അമലുക, നിന്റെ അമലുകളെല്ലാം ബാത്തിലാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യുമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അമലെല്ലാം പൊളിഞ്ഞു പോവുകയാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ ഏതാനും ചില ഉപമകൾ പറയുന്നുണ്ട്. വിശ്വാസം ശരിയല്ലയോ, നിന്റെ വിശ്വാസം പൂർത്തിയായിട്ടില്ലയോ, നമസ്കാരം കൊണ്ട് കാര്യമില്ല, സക്കാത്ത് കൊണ്ട് കാര്യമില്ല, ഹജ്ജ് കൊണ്ട് ഗുണമില്ല, ഉംറ കൊണ്ട് നേട്ടമില്ല. നിന്റെ ജീവിതത്തിൽ നീ എന്തെല്ലാം ചെയ്താലും, എത്ര വലിയ മഹല്ല് സംഗമം സംഘടിപ്പിച്ചാലും, ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാലും, നിന്റെ വിശ്വാസം ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസമല്ലയോ, നിന്റെ അമല് കൊണ്ട് നിനക്ക് ഗുണമില്ല. ഏതുപോലെ എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. കസറാബിൻ ബിഖിഅ, മരുഭൂമിയിലെ മരീചിക പോലെയാണ്, മരുഭൂമിയിലെ കാനൽ ജലം പോലെയാണ്.
വിശ്വാസം നേരെയാകാത്ത മനുഷ്യരുടെ പ്രവർത്തനത്തിന്റെ ഉപമ കസറാബിൻ ബിഖിഅ, മരുഭൂമിയിലെ മരീചിക പോലെ. യക്സബുൽ ളംആനു മാഅ, ദാഹിക്കുന്നവനത് വെള്ളമാണെന്ന് വിചാരിക്കുകയാണ്. ദാഹിക്കുന്നവനത് വെള്ളമാണെന്ന് വിചാരിക്കുന്നു. ഹത്താ ഇദാ ജാഅഹു ലം യജിദുഹു ശൈആ, അങ്ങനെ അതാ അവൻ അതിൻ്റെ അടുക്കൽ ചെന്നാൽ അവിടെ അവന് ഒന്നും കണ്ടെത്താൻ കഴിയില്ല. ഇതുപോലെയാണ് വിശ്വാസം ശരിയാകാത്ത മനുഷ്യരുടെ പ്രവർത്തനത്തിന്റെ ഉപമ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, തൗഹീദാണ് പ്രധാനം, സുന്നത്താണ് നിദാനമെന്ന മഹത്തായൊരു പ്രമേയം നാം ഉയർത്തിപ്പിടിക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രമറിയാത്ത ആളുകൾ ഈ ഉദായിയിൽ ഉണ്ടാവില്ല, ഈ ചാത്തല്ലൂര് ഉണ്ടാകില്ല. ഇസ്ലാഹി പ്രസ്ഥാനം ഉടലെടുത്ത കാലം മുതൽ ഈയൊരു ആദർശം, ഈയൊരു പ്രമേയം, ഈയൊരു വിശ്വാസം ഉയർത്തിപ്പിടിക്കാനുള്ള കാരണം എന്താണ്? വിശ്വാസം ശരിയല്ലയോ നിന്റെ പ്രവർത്തനം കൊണ്ട് നേട്ടമില്ല. മരുഭൂമിയിലെ മരീചിക പോലെ, അഥവാ നല്ല നട്ടുച്ച നേരത്ത് നാഷണൽ ഹൈവേയിലൂടെ നല്ല റബ്ബർ റൈസിംഗ് റോഡാണെങ്കിൽ ആ റോഡിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോ റോഡിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നോക്കിയാൽ റോഡിലതാ വെള്ളം കിടക്കുന്നത് പോലെ തോന്നുകയാണ്. അതിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയാലോ ഒന്നും കാണാൻ കഴിയില്ല. ഇതുപോലെയാണ് മനുഷ്യരെ, നിങ്ങളുടെ വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഉപമ എന്ന് ഖുർആൻ പറയുമ്പോ മറ്റൊരു ഉപമയായി അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് ഓതിത്തരികയാണ്. ഔ കദുലുമാത്തിൻ ഫീ ബഹരിൽ ലുജ്ജിയിൻ യഗ്ശാഹു മഹുജും മിൻ ഫൗഖിഹി മഹുജും മിൻ ഫൗഖിഹി സഹാബ് ളുലുമാതും ബഅദുഹാ ഫൗഖ ബഅദ് ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ. ആഴമേറിയ സമുദ്രത്തിലെ അന്ധകാരങ്ങളെ പോലെയാണ് ആഴമേറിയ സമുദ്രം. ആ സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള അന്ധകാരം, അതിന് മീതെ തിരമാല, അതിന് മീതെ വീണ്ടും തിരമാല, അതിന് മീതെ കാർമേഘം, ഇങ്ങനെ ഒന്നിനു പുറമേ മറ്റൊന്നായി അനേകം ഇരുട്ടുകളാണ്. എത്രത്തോളമെന്ന് ചോദിച്ചാൽ ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ, നീ നിന്റെ കൈയൊന്ന് പുറത്തേക്ക് നീട്ടിയാൽ, നിന്റെ കൈകൾ നിന്റെ കണ്ണിനോടൊന്ന് ചേർത്ത് പിടിച്ചാൽ അതുപോലും നിനക്ക് കാണാൻ കഴിയാത്തത്ര മാത്രം കൂരിരുട്ടാണ് സമുദ്രത്തിനടിയിലെങ്കിൽ. ഇതുപോലെയാണ് വിശ്വാസം നേരെയാകാത്ത മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ ഉപമായെന്ന് ഖുർആൻ ഓതിത്തരികയാണ്. മറ്റൊരു സ്ഥലത്ത് ഖുർആനിന്റെ പ്രയോഗം എങ്ങനെയെന്നറിയുമോ? കറമാദിനിസ്തദ്ദത് ബിഹിർരിഹു ഫീ യൗമിൻ ആസിഫ് ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബൂ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ശക്തമായി കൊടുങ്കാറ്റടിച്ച് വീശുന്ന ദിവസത്തിൽ കാറ്റടിച്ച് വീശി പാറിപ്പോയ വെണ്ണീർ പോലെതാണ്. വെണ്ണീർ കൂമ്പാരം പോലെ. ഇവിടെ കുറെ വെണ്ണീർ ചാരം കൊണ്ടുവന്ന് കൂട്ടിയിട്ടാൽ അതിലേക്ക് ശക്തമായി കാറ്റടിച്ച് വീശിയാൽ അതങ്ങ് പാറിപ്പറന്നു പോകും. പിന്നെ ഒരാൾ എത്ര ശ്രമിച്ചാലും അതിനെ ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ല. ഇതുപോലെയാണ് വിശ്വാസം നേരെയാകാത്ത മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ ഉപമ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആദ്യം ശരിയാകേണ്ടത് വിശ്വാസമാണ്. വിശ്വാസമില്ലാതെ അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോയിട്ട് കാര്യമില്ല. വിശ്വാസം ശരിയാകാത്ത മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുമ്പോ ഖുർആൻ പറയുകയാണ്, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅം മൻസൂറാ. അവരുടെ പ്രവർത്തനത്തിലേക്ക് നാം അങ്ങ് മുന്നിടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിടുകയാണ്. എന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ അതാ വിതറപ്പെട്ട ധൂളി പോലെ നാം അങ്ങ് പാറ്റിക്കളയുന്നതാണ്, പാറ്റിപ്പറപ്പിച്ച് കളയുന്നതാണ്. അതങ്ങ് പറച്ചിക്കളയുമെന്ന് ഖുർആൻ പറയാ. നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നാളെ പരലോകത്ത് നമുക്ക് കഴിച്ചിലാകണം. ചെയ്തിട്ടും നഷ്ടത്തിലായി പോയ ആളുകളെ പറ്റി നബിയെ താങ്കൾക്ക് നാം വിവരം നൽകട്ടെയോ? അവർ വിചാരിക്കുന്നു തങ്ങളുടെ പ്രവൃത്തികൾ തങ്ങൾ നന്നായി ചെയ്യുന്നു എന്ന്. എന്നാൽ അവരുടെ പ്രയത്നങ്ങളെല്ലാം, ദുനിയാവിന്റെ പ്രയത്നങ്ങളെല്ലാം പിഴച്ചുപോയി. കാരണം വിശ്വാസം ശരിയായില്ല. ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം, അവർ അവിശ്വസിച്ചവരാണ്. തങ്ങളുടെ രക്ഷിതാവിന്റെ വചനങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അവിശ്വസിച്ചവരാണ്. അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിച്ചവരാണ്.
അതുപോലെ തന്നെ വലിഖാഇഹി അല്ലാഹുമായിട്ടുള്ള ലിഖാ, അതിനെയും അവർ നിഷേധിച്ചവരാണ്. സഹോദരങ്ങളെ, നമ്മുടെ റബ്ബുമായി കണ്ടുമുട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നാം ഓരോരുത്തരും നമ്മുടെ വീട്ടുകാരെ, കുടുംബക്കാരെ, ബന്ധുമിത്രാദികളെ, ഭാര്യ, ഭർത്താവിനെ, നമ്മുടെ പിഞ്ചുമക്കളെ, മാതാപിതാക്കളെ കണ്ടുമുട്ടാൻ എത്രത്തോളം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. വിദേശത്ത് പോയ, നാട് വിട്ടുപോയ, ഏതെങ്കിലും അന്യനാട്ടിൽ പോയി ജോലി ചെയ്യുന്ന മകനാവട്ടെ, ഭർത്താവാകട്ടെ, വാപ്പയാകട്ടെ, തിരിച്ചു വരുമ്പോ അതാ നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്, സ്വീകരിക്കാനായി ഇറങ്ങി പുറപ്പെടുകയാണ്, കാണാൻ ആഗ്രഹിക്കുകയാണ്. സ്വന്തം വേണ്ടപ്പെട്ടവരെ ഇത്രമാത്രം കാണാൻ നാം ആഗ്രഹിക്കുമ്പോ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബ്, ആ അള്ളാനെ കാണണമെന്ന ആഗ്രഹം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? പടച്ചവനെ കാണണമെന്ന ആഗ്രഹം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? എത്രമാത്രം എനിക്ക് എൻ്റെ റബ്ബിനെ കാണണം, ആ റബ്ബിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് പറയുമ്പോ നമ്മളെല്ലാവരും മുജാഹിദുകളാണ്, തൗഹീദ് ഉൾക്കൊണ്ടവരാണ്, മുവഹിദുകളാണ്. അള്ളാനെ ഒന്ന് സ്നേഹിക്കാൻ, ആ റബ്ബിനെ ഒന്ന് കാണാൻ, പരലോക വിചാരണയുടെ കോടതിയിൽ അതാ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് വേർതിരിക്കപ്പെട്ട് കഴിയുമ്പോ സ്വർഗവാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. എന്നിട്ട് റബ്ബുൽ ഇസ്സത്ത് ഇറങ്ങി വരികയാണ്, അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ തൃപ്തരാണോ? നിങ്ങൾക്ക് മതിയായോ? സ്വർഗവാസികൾ മറുപടി പറയുകയാണ്, റബ്ബേ ഞങ്ങൾ തൃപ്തരാണ്, ഞങ്ങൾക്ക് മതിയായി റബ്ബേ, നീ ഞങ്ങൾക്ക് എമ്പാടും നൽകി എന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയാണ്, ഇതിലും വലുതാ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അവർ ചോദിക്കുന്നു, റബ്ബേ ഇതിലും വലുത് ഇനി എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുന്നിലേക്ക് ഇറങ്ങി വരികയാണ്. ഒരു മറയില്ലാതെ 14-ാം രാവിൽ നിങ്ങൾ പൗർണമിയെ കാണുന്നത് പോലെ വിശ്വാസികളായ ആളുകൾക്ക്, സ്വർഗവാസികളായ ആളുകൾക്ക് അല്ലാഹുവിനെ കാണാനങ്ങ് സാധിക്കുകയാണ്. ആ സമയത്ത് അവരുടെ സന്തോഷം വീണ്ടും വീണ്ടും വർദ്ധിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാനെ കാണാൻ ഒരു പൂതി ഇന്നുവരെ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? അള്ളാനെ കാണാനുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ലാഹുവേ, നാളെ നിന്റെ കോടതിയിൽ വരുമ്പോ നിന്നെ ഒരു നോക്ക് കാണാനുള്ള സൗഭാഗ്യം, അതിനുള്ള തൗഫീക്ക് എനിക്ക് തരണേ അല്ലാ എന്ന് അള്ളാനോട് ആത്മാർത്ഥമായി ദുആ ഇരുന്ന എത്ര മനസ്സുകളുണ്ട് ഈ കൂട്ടത്തിൽ. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആരെങ്കിലും തന്റെ റബ്ബുമായിട്ടുള്ള ലിഖാഇനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, തന്റെ രക്ഷിതാവിനുള്ള ആരാധനയിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ, ശിർക്ക് ചെയ്യാതിരിക്കട്ടെ. വിശ്വാസം ശരിയാകാതെ നാളെ പരലോകത്ത് എത്ര കൊട്ടക്കണക്കിന് അമലുകളായി ചെന്നാലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കബൂലാക്കില്ല. അതുകൊണ്ട് നമുക്കൊന്നാമതായി വേണ്ടത് തൗഹീദ് തന്നെയാണ്. ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിച്ചു, അവരുമായിട്ടുള്ള ലിഖാഇനെ നിഷേധിച്ചു. ഫഹബിതത് അഅമാലുഹും, അവരുടെ അമലുകളെല്ലാം ബാത്തിലായി. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ, ഖിയാമത്ത് നാളിൽ അവരുടെ കർമ്മങ്ങൾക്ക് ഒരു തൂക്കവും ഒരു സ്ഥാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കില്ല. ദാലിക ജസാഉഹും, അതത്രേ അവർക്കുള്ള പ്രതിഫലം ജഹന്നം, ജഹന്നമാണ്. ബിമാ കഫറു, അവർ അവിശ്വസിച്ചു എന്ന കാരണത്താൽ. വത്തഖദു, അവർ സ്വീകരിച്ചു. ആയാതി, എൻ്റെ ആയത്തുകളും, വറുസുലി, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ പ്രവാചകന്മാരെയും ഹുസുവ, പരിഹാസ്യമാക്കി തീർക്കുകയും ചെയ്തു. അതുകൊണ്ട് അവർ നഷ്ടത്തിലാണ്. ഖുർആനും സുന്നത്തും, തൗഹീദും സുന്നത്തും മുറുകെ പിടിച്ചാലല്ലാതെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പരലോക വിചാരണയുടെ കോടതിയിൽ നിൽക്കുമ്പോൾ അതാ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിചാരണ കഴിഞ്ഞ്, എല്ലാ മനുഷ്യരുടെയും വിചാരണ കഴിഞ്ഞ് എല്ലാവരും അങ്ങേയറ്റം ദാഹിച്ച് അവശരായി നിൽക്കുന്നൊരു രംഗമുണ്ട്. എല്ലാവരും അങ്ങേയറ്റം അവശരാണ്. കാരണം എന്താ? സുദീർഘമായ വിചാരണയുടെ രംഗം കഴിഞ്ഞ് വരികയാണ്. എല്ലാവരും അവശരാണ്, അങ്ങേയറ്റം ദാഹിക്കുന്നുണ്ട്.
ഒരിറ്റ് വെള്ളം എവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വെള്ളത്തിനായി കൊതിച്ചുകൊണ്ട് നിൽക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ആദരവോടെ ബഹുമാനത്തോടെ അവന്റെ പ്രവാചകന് ഹൗദുൽ കൗസർ നൽകുന്ന ഒരു രംഗമുണ്ട് സഹോദരങ്ങളെ. ആ ഹൗദുൽ കൗസർ പ്രവാചകന് നൽകുമ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ തന്റെ പരിശുദ്ധമായ കൈകൊണ്ട് ഹൗദിന്റെ സമീപത്ത് നിന്ന് ഇതാ വിശ്വാസികളായ ആളുകൾക്ക് ഇങ്ങനെ വെള്ളം കോരി കൊടുക്കുകയാണ്. ഹൗദുൽ കൗസറിന്റെ വെള്ളം കുടിക്കാൻ ഭൂതിയില്ലാത്ത മനുഷ്യരുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആ ഹൗദിന്റെ പോരിശ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് അവിടെ നിന്ന് പറഞ്ഞത്? ഹൗദീ, എന്റെ ഹൗദുണ്ടല്ലോ, മസീറത്തു ശഹരീന്, ഒരു മാസത്തെ വഴി ദൂരമാണ് അതിനുള്ളത്. വസവായാഹു സവാഊന്, അതിന്റെ 4 മൂലകളും സമമാണ്, അഥവാ അത് സമചതുരാകൃതിയിലുള്ളതാണ്. മാഉഹു അബിയദു മിനൽ ലബനി, അതിലെ പാനീയം പാലിനേക്കാൾ വെളുത്തതാണ്. വരീഹുഹു അത്യബു മിനൽ മിസ്കി, അതിന്റെ പരിമളം കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമാണ്. കിസാനുഹു കനുജൂമിസ് സമാ, അതിൽ വെള്ളം മുക്കി കുടിക്കാനായി തയ്യാർ ചെയ്തു വച്ചിരിക്കുന്ന കോപ്പകൾ ആകാശലോകത്ത് നിങ്ങൾ കാണുന്ന നക്ഷത്രങ്ങൾ കണക്കെ അത്രമാത്രം എണ്ണമുണ്ടായിരിക്കുന്നതാണ്. മൻ ശരിബ മിൻഹാ, ആരെങ്കിലും അതിൽ നിന്ന് പാനം ചെയ്താൽ ഫലാ യദ്മഉ അബദാ, അവൻ ഒരിക്കലും പിന്നെ ദാഹിക്കില്ല. ഇത്രയേറെ പോരിശയാക്കപ്പെട്ട ആ ഹൗദുൽ കൗസറിന്റെ പാനീയത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ നിന്ന് വാങ്ങിക്കുടിക്കാനായി വിശ്വാസികൾ തിക്കും തിരക്കും കൂട്ടുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവിടെ ഒരു രംഗമുണ്ട്. ലയരിദന്ന അലയ്യ അഖ്വാമൂൻ, അവിടെ ഏതാ ചില ആളുകൾ വരികയാണ്. അഅരിഫുഹും വയഅരിഫൂനനി, ഞാൻ അവരെ തിരിച്ചറിയുന്നു, അവരും എന്നെ തിരിച്ചറിയുന്നു. അവരെന്റെ അടുക്കലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. എന്റെ ഹൗദിന്റെ ചോട്ടിലേക്ക് വന്നുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ വെള്ളം വാങ്ങി കുടിക്കാനായി തിരക്ക് കൂട്ടുമ്പോ സുമ്മ യുഹാലു ബൈനി വബൈനഹും, എനിക്കും അവർക്കും ഇടയിൽ അതാങ്ങ് മറയിടപ്പെടുകയാണ്. മലക്കുകൾ അവരെ പിടിച്ചു വെക്കുകയാണ്, തടഞ്ഞു വെക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഅഖൂലു, ഞാൻ ആ സമയത്ത് മലക്കുകളോട് വിളിച്ചു പറയുകയാണ്, ഇന്നഹും മിന്നീ, തീർച്ചയായും അവർ എന്നിൽപ്പെട്ടവരാണ്, അവരെ തടയല്ല, അവരെന്റെ അടുക്കലേക്ക് നിങ്ങളൊന്ന് പറഞ്ഞു വിടണേ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം മിന്നുമ്മത്തി, അവരെന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം മിന്ന സ്വഹാബി, അവരെന്റെ സ്വഹാബാക്കളാണ്, അവരെന്റെ അനുയായികളാണ്, അവരെ നിങ്ങൾ തടഞ്ഞു വെക്കല്ലേ, എന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു പറയുമ്പോ ഫയുഖാലു, പ്രവാചകനോട് പറയപ്പെടുകയാണ്, മലക്കുകൾ വിളിച്ചു പറയുകയാണ്, ഇന്നക ലാ തദ്രി മാ അഹദതു ബഅദക, നബിയെ താങ്കൾക്കറിയില്ല, അങ്ങയുടെ കാലശേഷം അങ്ങ് പഠിപ്പിച്ച ദീനിൽ മാറ്റം വരുത്തിയവരാൻ, അങ്ങ് പഠിപ്പിച്ച ദീനിനെതിരായി ചെയ്തവരാൻ, പ്രവാചകരെ അങ്ങ് കാണിക്കാത്ത, അങ്ങയുടെ മാതൃകയില്ലാത്ത പലതും ദീനിൽ കടത്തി കൂട്ടിയവരാണ്. ആ സമയത്ത് ഫഅഖൂലു, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, സുഹഖൻ സുഹഖാ ലിമൻ ഗയ്യറ ബഅദി, അവർക്ക് നാശം, അവർക്ക് നാശം, അവരെ ദൂരെ പോകട്ടെ, അവർ ദൂരെ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹൗദുൽ കൗസറിന്റെ പാനീയം അങ്ങ് നിഷേധിക്കപ്പെട്ടുകൊണ്ട് ഹൗദിന്റെ സമീപത്ത് നിന്ന് അവരെതാ ആട്ടി ഓടിക്കപ്പെടുകയാണ്. കാരണം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പിൻബലം അവർക്കില്ലാതെ പോയി. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് മാതൃകാരാ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃക. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, ആ പ്രവാചകൻ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക, ആ പ്രവാചകൻ നിങ്ങളോട് വിരോധിച്ചത് അതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യുക. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, സത്യവിശ്വാസിയായ ആണാകട്ടെ പെണ്ണാകട്ടെ മുഅ്മിനാകട്ടെ മുഅ്മിനത്താകട്ടെ
അവർക്ക് പാടില്ല, അവർക്ക് യോജിച്ചതല്ല, അവർക്ക് ഭൂഷണമല്ല. ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അതിനെതിരായ അതിന് വിരുദ്ധമായ ഒരു സ്വതന്ത്രമായ അഭിപ്രായം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. തൗഹീദാണ് പ്രധാനം, സുന്നത്താണ് നിദാനം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ ഖീല വമൻ യഅബാ ഖാല മൻ അത്വാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വചനമാണ്, എൻ്റെ സമുദായം മുഴുവനും സ്വർഗ്ഗത്തിലാണ്, വിസമ്മതിച്ചവൻ ഒഴികെ. ആരാണ് നബിയെ വിസമ്മതിച്ചവൻ? എന്നെ അനുസരിച്ചവൻ എന്നോടൊപ്പം സ്വർഗ്ഗത്തിലാണ്. എന്നോട് അനുസരണക്കേട് കാണിക്കുന്നവൻ, അവനാണ് വിസമ്മതിച്ചവൻ, അവൻ നരകത്തിലാണ്. നാളെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നമുക്ക് പരലോകത്ത് സ്വർഗീയ ആരാമത്തിലേക്ക് കടന്നു പോകണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ വമയ്യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ഇവരുടെ കൂടെ സഹോദരങ്ങളെ നാളെ പരലോകത്ത് കൈച്ചിലാകണ്ടേ, സ്വർഗീയ ആരാമത്തിൽ എത്തിപ്പെടണ്ടേ. 5 നേരം നമസ്കാരത്തിലെ എല്ലാ റക്അത്തിലും, ഫർദിലാകട്ടെ സുന്നത്തിലാകട്ടെ, നാം നമ്മുടെ റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നീ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലൂടെ വഴി നടത്തണേ. അഥവാ നീ അനുഗ്രഹിച്ച നിന്റെ അനുഗ്രഹത്തിന് പാത്രമായ ആളുകളോടൊപ്പം ഞങ്ങളെ വഴി നടത്തണേ എന്ന് നാം നമസ്കാരത്തിൽ അള്ളാഹിനോട് തേടുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായവർ ആരാണ്? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഈ വിഭാഗങ്ങളാണ്. ഇവരോടൊപ്പം എത്തണമെങ്കിൽ വമയ്യുതിഇല്ലാഹ വറസൂല, ആർ അല്ലാഹുവിനെ അനുസരിക്കുന്നുവോ, ആർ അവന്റെ റസൂലിനെ അനുസരിക്കുന്നുവോ, ഫഉലൈക, അപ്പോൾ അക്കൂട്ടർ, മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രമായ ആളുകളോടൊപ്പം, മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, ഇപ്പറഞ്ഞ ആളുകളോടൊപ്പമായിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ സഹോദരങ്ങളെ? നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? നമുക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. നമ്മുടെ ലക്ഷ്യം ഖുർആൻ അത് പറഞ്ഞു, എന്താ? ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഈ പ്രയോഗത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗപ്രവേശനത്തിന് അർഹരായി തീർന്നത്, തീർച്ചയായും അവർ വിജയിച്ചു. അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തണം എന്നാ ഖുർആൻ പറഞ്ഞത്. സ്വർഗത്തിലെത്തണം എന്നല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തണം. എന്താ പറഞ്ഞത്? ഒരാൾക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കണമെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലേ ഒരാൾ സ്വർഗത്തിലെത്തുള്ളൂ. അഥവാ ഒരാൾക്ക് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നരകത്തെ അവന് ക്രോസ് ചെയ്യണം. നരകം മുറിച്ച് കടന്നാലേ എവിടെ എത്തുള്ളൂ? സ്വർഗത്തിലെത്തുള്ളൂ. നരകത്തിന്റെ മീതെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാത്ത് സ്ഥാപിക്കുക. സിറാത്ത് പാലം എന്ന് കേട്ടിട്ടില്ലേ? മുടി നാരിനേക്കാൾ ലോലമാണെന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ കാണാം. ഈ സിറാത്ത് കടന്നാലേ ഒരാൾക്ക് എവിടെ എത്താൻ പറ്റുള്ളൂ? സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ. ഈ സിറാത്ത് എവിടെയാണ്? നരകത്തിന് മീതെയാണ്. ഈ സിറാത്തിലൂടെ വേണം നമുക്കെല്ലാവർക്കും സ്വർഗത്തിലേക്ക് എത്താൻ. ആ സിറാത്ത് ഒന്നാമതായി കടന്നു പോകുന്നത് മഹാനായ അസ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സഹോദരങ്ങളെ, ആ സിറാത്ത് കടക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. കാരണം എന്താണ്? ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞതാണ് സിറാത്ത് എന്ന് പറയുന്നത്. പിടിച്ചാൽ പിടുത്തം കിട്ടാത്ത, ചവിട്ടിയാൽ ചവിട്ടുറക്കാത്ത, വഴുവഴുപ്പുള്ള, തെന്നിപ്പോകുന്ന, കൂരിരുട്ടുള്ള ആ സിറാത്തിന്റെ ഇരുഭാഗത്തുമായി ധാരാളം ഇരുമ്പിന്റെ ദണ്ടുകളുണ്ട്, കൊളുത്തുകളുണ്ട്, ചങ്ങലകളുണ്ട്, ചവണകളുണ്ട്. ആ സിറാത്തിലൂടെ കടന്നു പോകുന്ന ആളുകളെ അതിന്റെ ഇരുഭാഗത്തുമുള്ള ചങ്ങലകൾ, ചവണകൾ, അതിങ്ങനെ അവരെ വരിഞ്ഞു മുറുക്കി പല പീസുകളാക്കി അതിന്റെ താഴെയായി ഗർജിച്ചു കൊണ്ടിരിക്കുന്ന നരകത്തിലേക്ക് ഇങ്ങനെ വലിച്ചെറിയുകയാണ്. ആ സിറാത്തിലൂടെ ഉറുമ്പിന്റെ വേഗതയിൽ പോകുന്ന ആളുകളുണ്ട്. മുട്ടിലിടയും
ചെയ്യുന്ന ആളുകളുണ്ട്, ഒട്ടകത്തിന്റെ വേഗതയിൽ പോകുന്നവരുണ്ട്, കുതിരയെ പോലെ അതിശീഘ്രം പായുന്നവരുണ്ട്, അതുപോലെ കാറ്റിന്റെ വേഗതയിൽ കടന്നു പോകുന്നവരുണ്ട്, മിന്നൽ പിണറിന്റെ വേഗതയിൽ കടന്നു പോകുന്നവരുണ്ട്. ഈ സിറാത്ത് കടക്കണം സ്വർഗ്ഗത്തിലെത്താൻ. ഫമൻ സുഹ്സിക അനിന്നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. അവിടെയാണ് വിജയമുള്ളത്. ഇതിനെ കടക്കണം, ക്രോസ് ചെയ്യണം, എന്നിട്ട് സ്വർഗ്ഗത്തിലെത്തണം, എന്നാലേ വിജയിക്കുള്ളൂ. ആ സിറാത്തിലേക്ക് കൂരിരുട്ടായിരിക്കും. മുനാഫിഖീങ്ങളായ ആളുകളൊക്കെ അതിലേക്ക് ആ സിറാത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല പ്രകാശമായിരിക്കും. വളരെ സന്തോഷത്തോടെ കാലെടുത്ത് വെക്കുമ്പോൾ എല്ലാ പ്രകാശവും അണഞ്ഞു പോകും. അങ്ങേയറ്റ അന്ധകാരം, കൂരിരുട്ട് മാത്രമായിരിക്കും. ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് അതിനടിയിലുള്ള നരകത്തിലേക്ക് അവർ വീണു പോവുകയാണ്. എന്നാൽ വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ, വിശ്വാസം ശരിയായവർ, ജീവിതത്തിലെ സൽക്രമങ്ങളുള്ളവർ, അവർ ആ സിറാത്തിലേക്ക് കയറുമ്പോൾ ഖുർആൻ പറയുകയാണ്, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗമ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ദാലിക ഹുവൽ ഫൗസുൽ അദീം. അവരുടെ മുന്നിലും വലതുഭാഗത്തുമെല്ലാം പ്രകാശമാണ്. ഈ പ്രകാശത്തെ ഫോളോ ചെയ്തുകൊണ്ട് അവരങ്ങ് കടന്നു പോവുകയാണ്. നമ്മളെല്ലാവരും കടക്കാനുള്ളതായി ഈ സിറാത്ത് എന്ന് പറയുന്നത്. ഇത്രയേറെ അപകടം പിടിച്ച ഈ സിറാത്ത് കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഈ സിറാത്തിലൂടെ കടന്നു പോകുമ്പോ ഒരാൾ പോലും വാതുറക്കില്ല മക്കളെ. ആ സിറാത്തിൽ കയറിയാൽ ആകെ വാതുറക്കുന്നത്, സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മാത്രമാണ്. ആ പ്രവാചകന്മാരുടെ സംസാരം തന്നെ അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാ നീ രക്ഷിക്കണേ, അല്ലാ നീ കാക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അമ്പിയാക്കൾ വരെ ആ സിറാത്ത് കടക്കുന്നതെങ്കിൽ സഹോദര സഹോദരി, ആ സിറാത്ത് കടക്കാനും മാത്രം എന്ത് നന്മകളാണ് ഞാനും നിങ്ങളും സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ളത്. എന്ത് നന്മകളാ ഞാനും നിങ്ങളും സ്വരുക്കൂട്ടി വെച്ചത്. ഇവിടെ രാവിലെ മുതൽ നടന്ന പ്രോഗ്രാമിന്റെ ഭൂരിഭാഗം ഭാഗവും അത് ലൈവ് കേട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്തു വന്നത്. പല ആളുകളുടെയും പ്രസംഗങ്ങൾ ഞാൻ കേട്ടു, പലരുടെയും സംസാരം ഞാൻ കേട്ടു. അതിനിടയിൽ ഒരാളുടെ ഖിറാഅത്താണെന്ന് തോന്നുന്നു, ഞാനത് കേട്ടു. അദ്ദേഹം ഓതിയത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദി എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിന്റെ 59-ാം അധ്യായം സൂറത്തുൽ ഹശ്റിന്റെ 18 മുതൽ അവിടെ നിന്ന് അവസാനം വരെയുള്ള ആയത്തുകളാണ് അദ്ദേഹം ഇവിടെ ഓതിയത്. ആ ആയത്തിന്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാനും മാത്രം സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ വല്ല നന്മയുമുണ്ടോ? നന്മയില്ലാതെ എങ്ങനെയാണ് ഞാൻ നിങ്ങൾ രക്ഷപ്പെടുക? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രവാചകന്റെ സ്വഹാബത്തും എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഒരു സദസ്സ്. ആ സദസ്സിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമാ, ഇന്നേ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പുകാരൻ ആരാൻ? ഖാല അബൂബക്കർ അന. മഹാനായ സിദ്ദീഖുൽ ആദം മറുപടി പറയുകയാണ്, നബിയെ ഞാനുണ്ട്. പ്രവാചകൻ വീണ്ടും ചോദിക്കുകയാണ്, ഫമൻ തബിയ മിൻകുമുൽ യൗമ ജനാസ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജനാസയെ അനുഗമിച്ചവൻ, പിന്തുടർന്നവൻ ആരാൻ? ഖാല അബൂബക്കർ അന. ഫമൻ അത്വാമ മിൻകുമുൽ യൗമ മരീദ, ഫമൻ അത്വാമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്നത്തെ ദിവസം ഒരു പാവപ്പെട്ടവനെ തിന്നാൻ കൊടുത്തവൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്? ഖാല അബൂബക്കർ അന. ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദ, ഇന്നേ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ച് സുന്നത്തെടുത്തവൻ ആരാണ്? ഖാല അബൂബക്കർ അന. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഓരോ ചോദ്യത്തിനും ഈ നന്മ ഇന്നത്തെ ദിവസം ആരാ ചെയ്തത്, ആരാ ചെയ്തത്? സിദ്ദീഖുൽ ആദം വിളിച്ചു പറയുകയാണ്, നബിയെ ഞാനുണ്ട്, നബിയെ അനയാ റസൂലല്ലാഹ്. ഇങ്ങനെ പ്രവാചകൻ ഒന്നല്ല, രണ്ടല്ല, 10 അല്ല, 50 അല്ല, 100 അല്ല, ഒരു 100,000 ചോദ്യം ചോദിച്ചാൽ അത് എന്നിലുണ്ട് നബിയെ, ആ നന്മ ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട് എന്ന് മറുപടി പറയാനും മാത്രം നന്മകൾ ജീവിതത്തിൽ നിറഞ്ഞു നിന്നു. ഇത് അവരുടെ ഒരു ദിവസമാണ്. ഇത് മുൻഗാമികളുടെ ഒരു ദിവസത്തിൽ അവർ ചെയ്ത നന്മയാണ്. അവരുടെ ഒരു ദിവസത്തോട് കിടപിടിക്കാൻ ഒരായുസ് കൊണ്ട് സഹോദര സഹോദരി എനിക്കും നിങ്ങൾക്കും കഴിയുമോ? അവരുടെ ജീവിതത്തിന്റെ
ഒരു ദിവസത്തിൽ അവർ ചെയ്തു വെച്ച നന്മകൾ ഒരായുസ് കൊണ്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ അവർ കടന്നു പോകുന്ന മഹാനായ സിദ്ദീഖുൽ ആലം കടന്നു പോകുന്ന അതേ സ്വർഗത്തിലേക്കല്ലേ എനിക്കും നിങ്ങൾക്കും കടന്നു പോകാനുള്ളത്? അങ്ങോട്ടേക്കല്ലേ നമുക്കെല്ലാവർക്കും കടന്നു പോകാനുള്ളത്? അതേ സ്വർഗമല്ലേ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്? എന്തുണ്ട് നമ്മുടെ കയ്യിൽ? എന്ത് നന്മയാ നമ്മൾ ചെയ്തത്? നന്മ എടുത്തു നോക്കിയാൽ വളരെ കുറവായിരിക്കും. തിന്മ എടുത്തു നോക്കിയാലോ എമ്പാടുണ്ടാകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മഹല്ല് സംഗമങ്ങളൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ വന്ന് ഇരുന്ന് കൊടുത്തിട്ട് പോയാൽ പോരാ. ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. നന്മകൾ അധികരിപ്പിക്കാൻ, തിന്മകൾ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നന്മ ഒരല്പം കുറഞ്ഞാലും തിന്മകൾ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ജാഗ്രത കാണിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാ നന്മ എല്ലാവർക്കും ചെയ്യാൻ പറ്റും സഹോദരങ്ങളെ? എല്ലാ നന്മ എല്ലാവർക്കും ചെയ്യാൻ പറ്റും? ഇല്ല. സമ്പത്തില്ലാത്തവന് ദാനം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആരോഗ്യമില്ലാത്തവന് നോമ്പെടുക്കാൻ പറ്റുമോ? ഇല്ല. സമ്പത്തും ആരോഗ്യവും ഇല്ലാത്തവന് മക്കത്ത് പോയി ഹജ്ജും ഉംറയും നിർവഹിക്കാൻ കഴിയുമോ? ഇല്ല. എല്ലാ നന്മയും എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു നഫ്സിനോടും അതിന്റെ കഴിവിൽപ്പെട്ടതല്ലാതെ അഥവാ കഴിവിൽപ്പെടാത്തതൊന്നും ചെയ്യാൻ ഇസ്ലാം നിർബന്ധിക്കുന്നില്ല. അള്ളാഹു ഒരാളോടും അനുശാസിക്കുന്നില്ല. കഴിവിന്റെ പരമാവധി ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കും വിധം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ജീവിതത്തിൽ ഒരല്പം നന്മ കുറഞ്ഞാലും തിന്മകൾ കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ പാപങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. പാപങ്ങൾ കടന്നു വരാൻ പാടില്ല. വിശുദ്ധ ഖുർആന്റെ ഒരു വചനം ഉണ്ട്. എന്താണെന്നറിയോ? ഖുർആൻ പറയാ, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിറ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. നിങ്ങളോട് വിരോധിക്കപ്പെട്ട വൻ പാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, വൻ പാപങ്ങൾ നിങ്ങൾ വർജിക്കാൻ തയ്യാറാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു പുറമെ നിങ്ങളിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ പാപങ്ങളില്ലേ, വീഴ്ചകളില്ലേ, അല്ലാഹു നിങ്ങൾക്ക് മായ്ച്ചു തരുന്നതാണ്. നിങ്ങളിൽ നിന്ന് മൂടിക്കളയുന്നതാണ്, മാപ്പാക്കി തരുന്നതാണ്. മാത്രവുമല്ല, മാന്യമായൊരു പ്രവേശന സ്ഥലത്ത് അവൻ നിങ്ങളെ അഥവാ സ്വർഗത്തിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. വൻ പാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. വൻ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച് നമ്മൾ എണ്ണിപ്പടിച്ച 7 അല്ല. പണ്ഡിതന്മാർ പറയുന്നത് 7 അല്ല 700ഓളം ഉണ്ട് എന്ന. ഒരു ഹദീസിൽ പ്രവാചകൻ 7 പറയുന്നുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ 7 ഒതുങ്ങി നിൽക്കുന്നതല്ല വൻ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ. പ്രവാചകൻ തന്നെ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, വൻ പാപങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരം നൽകട്ടെയോ? അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കൽ, വ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ധിക്കരിക്കൽ, മാതാപിതാക്കളോട് തട്ടിക്കയറൽ, അവരോട് എതിര് പ്രവർത്തിക്കൽ ചെറിയ പാപമല്ല, വൻ പാപങ്ങളുടെ കൂട്ടത്തിലായിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത്. അതുപോലെ തന്നെ അലാ വഖൗലു സൂർ, നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം, കള്ളസാക്ഷി പറയൽ, കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കൽ, കള്ളസാക്ഷി പറഞ്ഞുകൊണ്ട് പലരുടെയും സമ്പാദ്യങ്ങൾ സ്വന്തം മുതലാക്കി മാറ്റുന്ന ആളുകൾ, അവർ ചെയ്യുന്നത് ചെറിയ പാപമല്ല, വൻ പാപങ്ങളാണ്. മറ്റൊരു ഹദീസിൽ കാണാം, പ്രവാചകൻ പ്രവാചകനോട് ചോദിക്കുകയാണ്, നബിയേ, അയ്യുദ്ദംബി അഅ്ളമു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തായ പാപം ഏതാണ്? അവിടെന്ന് പറയുകയാണ്, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ചത് നിന്റെ രക്ഷിതാവാണ്, അല്ലാഹുവാണെന്ന് അറിഞ്ഞിരിക്കെ അവന് സമന്മാരെ ഉണ്ടാക്കലാണ്. പിന്നെ ചോദിച്ചു, പിന്നെ ഏതാ പ്രവാചകരെ, പിന്നെ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ദാരിദ്ര്യം ഭയന്ന് നിന്റെ മക്കളെ നീ കൊന്നുകളയലാണ്, നിന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് നിന്റെ മക്കളെ നീ കൊന്നുകളയലാണ്. പിന്നെ ചോദിച്ചു, പ്രവാചകരെ സുമ്മമാതാ, പിന്നെ എന്താ? അവിടെ നിന്ന് പറഞ്ഞു, അയൽവാസിയെ, നിന്റെ അയൽവാസിയായ സഹോദരന്റെ ഭാര്യയെ വ്യഭിചരിക്കലാണ്. വൻ പാപങ്ങൾ നാം എണ്ണി നോക്കിയാൽ അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അത് 700ഓളം വരും. അതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് 7 വൻ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും ശിക്ഷയുണ്ട് എന്ന് എടുത്തു പറഞ്ഞ പാപങ്ങൾ ഏതൊക്കെയാണോ,
ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ ലഭിക്കും എന്ന് എടുത്തു പറഞ്ഞ പാപങ്ങൾ ഏതൊക്കെയാണോ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും നാവിലൂടെ ശപിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഏതെല്ലാം പാപങ്ങളുണ്ടോ, നരകത്തിൽ ഇന്ന രൂപത്തിലുള്ള ശിക്ഷയുണ്ട് എന്ന് പറയപ്പെട്ട ഏതെല്ലാം പാപങ്ങളുണ്ടോ, അതെല്ലാം വൻപാപങ്ങളുടെ കൂട്ടത്തിലായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ പാപങ്ങൾക്ക് കയ്യും കണക്കുമില്ല. നമ്മൾ ചെയ്തു കൂട്ടിയത് എത്രയാ? നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടണ്ടേ? നമ്മുടെ ഉമ്മ വരോ സഹായിക്കാൻ, വാപ്പ വരോ സഹായിക്കാൻ, നമ്മുടെ മഹല്ല് കമ്മിറ്റി വരോ നമ്മളെ സഹായിക്കാൻ? ഇല്ല. നമ്മൾ ചെയ്ത അമലല്ലാതെ, നമ്മുടെ സൽക്കർമ്മങ്ങളല്ലാതെ നമ്മളെ രക്ഷപ്പെടുത്താൻ ആരുണ്ടാവില്ല. പാപങ്ങൾ ചെയ്തു കൂട്ടിയാൽ സഹോദരങ്ങളെ, ഇന്ന് എത്ര മാത്രം പാപങ്ങൾ, ഓരോ ദിവസവും പാപങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും. എന്ന് മാത്രമല്ല, ആ പാപങ്ങളുടെ ആധിക്യമുണ്ടാകുമ്പോൾ മുമ്പ് വളരെ ഗൗരവത്തോടുകൂടി കണ്ടിരുന്ന പല പാപങ്ങളും ഇന്ന് നിസ്സാരമായി നമ്മൾ കാണുകയാണ്, മനസ്സിലാക്കുകയാണ്. അതിൻ്റെ ഗൗരവം കുറഞ്ഞു വരികയാണ്. ജീവിതത്തിൽ എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്? ജീവിതത്തിൽ എവിടെയാണ് നമുക്ക് സൂക്ഷ്മതയുള്ളത്? നമ്മുടെയൊക്കെ നാവ് കൊണ്ട് നമ്മൾ പറയുന്ന വർത്തമാനം, നമ്മുടെയൊക്കെ കൽബിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ദുസ്വഭാവങ്ങൾ, അതിൻ്റെയൊക്കെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? പ്രവാചകൻ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രിൻ. ഹൃദയത്തിൽ ഒരണുത്തൂക്കം കടുക് മണിയോളം കിബറുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂലാന്നാ. പിന്നെ എന്ത് മുജാഹിദാ നീ? ഖുർആനോത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ട് എന്താ കാര്യം? പ്രസംഗത്തിൽ ഫസ്റ്റ് നേടിയിട്ട് എന്താ കാര്യം? QHLS-ൽ 100-ൽ 100 മാർക്ക് വാങ്ങിയിട്ട് എന്താ കാര്യം? ഇത് നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ടതാ. ഹൃദയത്തിൽ ഒരു കടുക് മണിയോളം കിബറുണ്ടോ, ആ ദുസ്വഭാവം നിന്റെ ഹൃദയത്തിലുണ്ടോ, നീ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്റെയൊക്കെ പേരില്ല നമ്മൾ അഹങ്കരിക്കുന്നത്? അതുപോലെ പ്രവാചകൻ പറഞ്ഞു, ഇയ്യാകും വൽ ഹസദ ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹതബ്. അസൂയയെ നിങ്ങൾ സൂക്ഷിക്കണം. തീ വിറകിനെ തിന്നു തീർക്കുന്നത് പോലെ അസൂയ നിങ്ങളുടെ നന്മകളെ തിന്നു തീർക്കും. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് എന്ന് തേടാൻ, പ്രാർത്ഥിക്കാൻ. നമ്മൾ ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? ഇന്ന് നേരം വെളുത്തിട്ട് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് എന്ന ആയത്തോതി എത്ര ആളുകളുണ്ട്? മറ്റുള്ളവർ അസൂയ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഷർറിൽ നിന്നും, നാം മറ്റുള്ളവരോട് അസൂയ വെച്ചാൽ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്നതിൽ നിന്നും നമ്മൾ അള്ളാഹിനോട് കാവലിനെ തേടാറുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ നമസ്കാരമുള്ളവരായിരിക്കും, സക്കാത്തുള്ളവരായിരിക്കും, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരിക്കും, ദഅവത്തുള്ളവരായിരിക്കും. നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം നമ്മുടെ നാവ് പൊളിച്ചു കളയുകയാണ്. അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞത്, അതദറൂന മാ അക്സറു മാ യുദ്ഖിലുൻ നാസൻ നാറ അൽജുഫാൻ അൽ ഫർജു വൽ ഫമു. അധികം ആളുകളും നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണം രണ്ടാ. ഒന്ന് അവന്റെ വായ, അവന്റെ നാവ്, മറ്റൊന്നവന്റെ ലൈംഗിക അവയവം. പറയുമ്പോൾ വലിയ മുജാഹിദ് മഹല്ലാണ്, മെമ്പർഷിപ്പ് ഉണ്ട്, വർഷങ്ങളായി മെമ്പർഷിപ്പ് എടുക്കുന്ന ആളാണ്, ISM-ൽ പ്രവർത്തിക്കുന്നുണ്ട്, MSM-ന്റെ നേതാവാണ്. പക്ഷെ നമ്മുടെ നാവ് നന്നായിട്ടില്ലെങ്കിൽ നമ്മുടെ നാവ് നാം ചെയ്യുന്ന അമലുകൾ നശിപ്പിച്ചു കളയുകയാ. അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞത്, മയ്യദ്ബനുലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്ബനു ലഹുൽ ജന്ന. രണ്ട് കാര്യം നിങ്ങൾ എനിക്ക് ഉറപ്പുതരണം. നിങ്ങളുടെ ലൈംഗിക അവയവം, നിങ്ങളുടെ നാവ്, ഇത് രണ്ടും വേണ്ടാത്ത മാർഗത്തിൽ ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ പകരം ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ കാര്യത്തിൽ ജാമ്യക്കാരനാകാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞ്, പരദൂഷണം പറഞ്ഞ്, ഏഷണി പറഞ്ഞ് നാം ചെയ്തു വെച്ച അമലുകൾ നാം തന്നെ പൊളിച്ചു കളയുന്ന അവസ്ഥ നമ്മൾ ജനങ്ങളെ ഉപദേശിക്കുന്നു. നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇപ്പൊ രാവിലെ 6:30 മണി മുതൽ 9:15 ഈ സമയം വരെ നമ്മൾ ഇവിടെ ഇരുന്നു, ഇല്ലേ? പലതും നമ്മൾ കേട്ടു, പലതും നമ്മൾ പലരോടും പറഞ്ഞു. നമ്മൾ ആളുകളെ ഉപദേശിക്കുന്നുണ്ട്, വലിയ ദഅവത്ത് നടത്തുന്നുണ്ട്, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കി വലിയ ദഅവത്ത് നടത്തിയ ദാഇയായ ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് കൊണ്ടുവരുന്നുണ്ട് വിചാരണയുടെ നാളിൽ. എന്നിട്ട് പ്രവാചകൻ പറയാ, യുതാ ബിർറജുലി യൗമൽ ഖിയാമ. ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോക വിചാരണയുടെ കോടതിയിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഫയുൽഖാ ഫിന്നാർ, ആ മനുഷ്യനെ അതാ നരകത്തിലേക്ക് അങ്ങ് വലിച്ചെറിയുകയാണ്.
ആ സമയത്ത് ഫതന്തലിഖു അഖ്താബു ബത്നിഹി ഫയദൂറു ബിഹാ കമാ യദൂറുൽ ഹിമാറു ബിർറഹാ. ആ മനുഷ്യന്റെ ആമാശയവും കുടൽമാലയും അവന്റെ ആന്തരിക അവയവങ്ങളെല്ലാം പുറത്തു ചാടുകയാണ്. ആ ആമാശയുമായി കുടൽമാലയുമായി ആ മനുഷ്യൻ നരകത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നരകവാസികളായ ആളുകൾ ആ മനുഷ്യന്റെ അടുക്കലേക്ക് ഒരുമിച്ച് കൂടുകയാണ്. ഫയഖൂലൂന, എന്നിട്ട് നരകവാസികൾ ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, യാ ഫുലാൻ, മനുഷ്യ, മാലക, താങ്കൾക്ക് എന്ത് പറ്റി? അലം തകുൻ തഅ്മുറു ബിൽ മഅറൂഫി വതൻഹാ അനിൽ മുൻകരി. നിങ്ങളല്ലേ ജനങ്ങളോട് വാദ് പറഞ്ഞത്? നിങ്ങളല്ലേ മദ്രസയിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തത്? നിങ്ങളല്ലേ ഉസ്താദായിട്ട് പള്ളിയിൽ സുബഹിക്കാശ ക്ലാസ് എടുത്തത്? നിങ്ങളല്ലേ മെമ്പറിന്റെ മോളിക്കരായിട്ട് പ്രസംഗിച്ചത്? നിങ്ങളല്ലേ നാട്ടിലെ വലിയ സംഘാടക KNM-ന്റെ, ISM-ന്റെ, MSM-ന്റെ, MCM-ന്റെ വലിയ നേതാവല്ലേ? നോട്ടീസൊക്കെ വിതരണം ചെയ്ത് സ്ക്വാഡ് പ്രവർത്തനങ്ങളൊക്കെ നടത്തി ജനങ്ങളോട് നന്മ ഉപദേശിച്ച് തിന്മ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ വലിയ നേതാവ് നിങ്ങൾ തന്നെയല്ലേ? ഫയഖൂല, മനുഷ്യൻ പറയും, ബലാ, അതെ, നിങ്ങൾ ഉദ്ദേശിച്ച ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ എന്ത് പറ്റി? ഖദ് കുൻതു അഅ്മുറു ബിൽ മഅറൂഫി വലാ ആതിഹി, ഞാൻ ജനങ്ങളോട് നന്മ പറഞ്ഞു, പക്ഷേ ആ നന്മയൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. അൻഹാ അനിൽ മുൻകരി വആതിഹി, ജനങ്ങളോട് തിന്മ ചെയ്യരുതെന്ന് പറഞ്ഞു, പക്ഷേ ആ തിന്മകളൊക്കെ ഞാൻ പ്രവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഈ ഗതികേടുണ്ടായി. പറഞ്ഞാ പോരാ, ജീവിതത്തിലുണ്ടാകണം. വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. ഈമാനുള്ളവരെ, വിശ്വാസികളെ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറയരുത്, നിങ്ങളിൽ ഇല്ലാത്തത് ജനങ്ങളോട് പറയരുത്, നിങ്ങൾ ചെയ്യാത്തത് ജനങ്ങളോട് പറയുക എന്നുള്ളത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ക്രോധമുള്ള, അല്ലാഹുവിന് ദേഷ്യമുള്ള, വെറുപ്പുള്ള കാര്യമാണ്. പറയും നമ്മുടെ ജീവിതത്തിലുണ്ടോ? പറയും നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ കുടുംബത്തിലുണ്ടോ? രാവിലെ മുതൽ എത്ര ആയത്ത് കേട്ടു, ഖുർആൻ ക്ലാസുകൾ ഒരുപാട് കേട്ടു, ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കി. നമ്മുടെ വീട്ടിൽ ഖുർആൻ ഓതുന്ന സദസ്സുണ്ടോ? നമ്മുടെ വീട്ടിൽ ദിക്ർ ചെല്ലുന്ന ഒരു സദസ്സാണോ? എന്തിനാ നമ്മൾ ഈ കൂട്ടായ്മ, ഈ മഹല്ല് സംഗമമൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്ന? നന്നാകാനല്ലേ, മാറ്റമുണ്ടാകാനല്ലേ, വ്യക്തികളിൽ മാറ്റമുണ്ടാകാനല്ലേ, കുടുംബത്തിൽ മാറ്റമുണ്ടാകാനല്ലേ, അതുവഴി സമൂഹത്തിൽ മാറ്റമുണ്ടാകാനല്ലേ? എന്നാ നമ്മുടെ വീട് ഇന്നു മുതൽ എങ്ങനെയാകണം? നാളെ പ്രഭാതം മുതൽ എന്റെയും നിങ്ങളുടെയും വീട് എങ്ങനെയാകണം? ലാ തജഅലൂ ബുയൂതകും മഖാബിറ ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തില്ലദീ യുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ കബറിടം പോലെ ആക്കരുത്, ശ്മശാന തുല്യമാക്കരുത്. ഖബറെങ്കിൽ പ്രത്യേകമായ ഖുർആനോത്തില്ല, ദിക്റില്ല, ദുആയില്ല, സ്വലാത്തില്ല, ഖത്തം ദുആയില്ല, പ്രത്യേകമായ ഏർപ്പാടുകളില്ല. അതുപോലെ മൂകമായി കിടക്കുന്ന ഒരു അന്തരീക്ഷം ആ ഖബർസ്ഥാൻ പോലെ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ആക്കാൻ പാടില്ല. ഖുർആൻ ഓതുന്ന വീടിന്റെ പ്രത്യേകത, ആ വീട്ടിൽ നിന്ന് ശൈത്വാൻ വിരണ്ടോടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വാപ്പ അവിടെ ഇരുന്നിട്ട് ഫോൺ ഇങ്ങനെ എടുക്കും, സെറ്റ് ഇരുന്നിട്ട്, ഉമ്മ അടുക്കളയിൽ പോയിട്ട് കസേരയിൽ ഇരുന്നിട്ട്, മക്കളെ ആരെങ്കിലും ഫോൺ എടുത്തിട്ട് സിറ്റ് ഔട്ടിൽ പോയി ഇരുന്നിട്ട്, അല്ലേ മോനെ 10 ദിക്ർ അല്ലടാ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലു മോനെ, ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് മോനെ. ആർക്കാ നേരം? എങ്ങനെ കുടുംബത്തിൽ ബർക്കത്തുണ്ടാവാം? എങ്ങനെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവാം? നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പോലുള്ള പരിഹാരമാണ് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും ഒക്കെ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഒരു പ്രവാചകൻ ചൊല്ലിയ ദിക്റാണ്. അതാ സമുദ്രത്തിനടിയിൽ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ ഇരുന്നു കൊണ്ട് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ദിക്ർ ചൊല്ലിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഴമേറിയ സമുദ്രത്തിന്റെ അന്ധകാരങ്ങളിൽ നിന്ന്, തിരമാലകൾക്കടിയിൽ നിന്ന്, മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് കരയിലേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. ആ പ്രവാചകൻ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് തസ്ബീഹ് ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ
പുനരുദ്ധാന നാള് വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നു. വലിയൊരു അപകടത്തിൽ നിന്ന് ആ പ്രവാചകൻ അള്ളാഹു രക്ഷപ്പെടുത്തിയത് സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ടാണ്. ഖുർആൻ പറയുമ്പോ ജീവിതത്തിലുണ്ടോ സുബ്ഹാനല്ലാഹ് ഉണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ രക്ഷപ്പെടുത്തും. അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നിങ്ങളെ കാക്കും. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് തംലആനി ഫിൽ മീസാൻ ഔ തംലഉ മാ ബൈന സമാവാതി വൽ അർദ്. ആകാശഭൂമി നിറയും നിങ്ങളൊരു സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും പറഞ്ഞാൽ. ഇത് പറയാൻ എവിടെയാ നമുക്ക് നേരെയുള്ളത്? ഇത് പറഞ്ഞാൽ ആകാശഭൂമി നിറയും, നന്മയുടെ മീസാൻ നിറയും. അതുകൊണ്ട് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഈ ദിക്ർ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ ദിക്റിന്റെ പോരിഷ് എന്താ? കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ വഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. എൻ്റെ റബ്ബിന് എത്രമാത്രം ഇഷ്ടമുള്ള ദിക്റാണിത്. ഇത് ചൊല്ലാറുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? ഇതൊക്കെ വേണം ജീവിതത്തില്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാ. അങ്ങനെ പറഞ്ഞാൽ മല്ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു മിൻ കുല്ലി ദൈഖിൻ മഖറജ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചാൽ, പാപമോചനം തേടിയാൽ എല്ലാ അപകടത്തിൽ നിന്നും അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്. ജീവിതത്തിലെ ഏത് പ്രയാസങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് അസ്തഗ്ഫിറുല്ലാഹ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞില്ലേ, ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. നിങ്ങൾ അല്ലാഹുവോട് പാപമോചനം തേടിയ ദുനിയാവ് കിട്ടും. അല്ലാഹുവോട് പാപമോചനം തേടിയ അല്ലാഹു നിങ്ങൾക്ക് മഴ തരും. അല്ലാഹുവോട് നിങ്ങൾ പാപമോചനം തേടിയ അല്ലാഹു നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിച്ചു തരും. അല്ലാഹുവോട് നിങ്ങൾ പാപമോചനം തേടിയ അല്ലാഹു നിങ്ങൾക്ക് മക്കളെ തരും. ഖുർആനാ പറയുന്നത്. നിങ്ങൾക്ക് ദുനിയാവ് വേണോ? നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ ചോദിച്ചാൽ മതി. എന്താ വേണ്ട? ദുനിയാവാണോ? പാപമോചനം തേടിയാ മതി. ദുനിയാവ് വയ്യാലെ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തരും. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ നന്മയിൽ നിറഞ്ഞു നിൽക്കണം. നമ്മുടെ വീടുകൾ ഇസ്ലാമിക അന്തരീക്ഷം നിലനിൽക്കുന്ന വീടുകളായിരിക്കണം. നമ്മുടെ സംസാരം മാന്യമായിരിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. ഈമാനുള്ളവരെ, വിശ്വാസികളെ, അല്ലാഹനെ സൂക്ഷിക്കുക, നല്ലത് പറയുക. അല്ലാഹുവിന്റെ റസൂൽ പറയാ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക, സൈലന്റ് ആയിരിക്കുക. എൻ്റെ നാവിൽ നിന്ന് പുറത്തു വരുന്നത് നന്മയായിരിക്കണം, നന്മയായിരിക്കണം. എൻ്റെ ഉമ്മക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ അയൽവാസിക്ക്, എൻ്റെ മഹല്ലുകാരന്, എൻ്റെ ബിസിനസ് പങ്കാളിക്ക്, ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിക്ക് എൻ്റെ നാവ് ഒരു വേദനയാകരുത്, അതൊരു പ്രയാസമാകരുത്. ഇങ്ങനെ നന്മകൾ വിതരണം ചെയ്യുന്നവരായി നമ്മൾ മാറണം. അങ്ങനെ വലിയൊരു മാറ്റം ഇന്നത്തെ ഈ മഹല്ല് സംഗമത്തിലൂടെ, ഈ കൂട്ടായ്മയിലൂടെ, ഈ ചാത്തല്ലൂർ സ്വദേശികളായ ഓരോ ആണിലും പെണ്ണിലും ഉണ്ടാകണം. അങ്ങനെ ജീവിച്ചാലേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. അങ്ങനെ ജീവിച്ചാലേ നരകത്തിൽ നിന്ന് കഴിച്ചിലാവുള്ളൂ. അതുകൊണ്ട് ഇന്ന് മുതൽ ഇതാ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ക്ലിയറാണ്. എൻ്റെ ജീവിതത്തിൽ ഇനി മോശമായതില്ല. എൻ്റെ കണ്ണ് വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിന്റെ കണ്ണ്, കാത്, ഹൃദയം അള്ളാഹിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഇനി ഹറാമ് കാണില്ല. നാട്ടിൽ പലതും നടക്കുന്നുണ്ട്. യുവതി യുവാക്കളൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തു പോയത് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കാത്തത്. മാത്രമല്ല, നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. നിന്റെ കണ്ണിനെ കുറിച്ച് അള്ളാഹ് ചോദിക്കും, നിന്റെ കാതിനെ കുറിച്ച് അള്ളാഹ് ചോദിക്കും. അതുകൊണ്ട് ഈ കാത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് കേൾക്കാൻ, ഈ കാത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് കാണാൻ. ഞാൻ എൻ്റെ ഇഷ്ടം ഇല്ല, അങ്ങനെയില്ല. ഒരു മുസ്ലിമിന് അങ്ങനെയില്ല. ചില ആളുകൾ പറയും, എന്നെ ഉപദേശിക്കാൻ വരണ്ട, എനിക്കറിയാം എൻ്റെ കാര്യം നോക്കാൻ, എനിക്ക് പ്രായമായി, എനിക്ക് പക്വതയും പാകതയുമായി, എനിക്ക് സ്വന്തമായിട്ട് ഒരു ജോലിയായി, എനിക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഒരു ജോലിയുണ്ട്, സാലറി ഉണ്ട്, വാഹനമുണ്ട്, പറമ്പുണ്ട്, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളും. അല്ല, ഞാൻ എന്ത് പറയണം ഖുർആനും ഹദീസും തീരുമാനിക്കും. ഞാൻ എന്ത് കാണണം ഞാനല്ല, ഞാൻ എന്ത് കേൾക്കണം
ഞാനല്ല തീരുമാനിക്കേണ്ടത്, അത് ഖുർആനും ഹദീസുമാണ്. ഞാൻ എന്ത് തിന്നണം, ഞാൻ എന്ത് തിന്നരുത്, ഞാൻ എന്ത് കുടിക്കണം, ഞാൻ എന്ത് കുടിക്കരുത്, ഞാൻ എന്ത് ധരിക്കണം, ഞാൻ എന്ത് ധരിക്കരുത്, ഖുർആനുണ്ട് നമ്മുടെ മുന്നിൽ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായതിലേക്ക് നിങ്ങളെ വഴി നടത്തും, ഏറ്റവും ചൊവ്വായതിലേക്ക്. മിനൽ ദുലുമാതി ഇലൻ നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഖുർആനുണ്ട് നമ്മുടെ മുന്നിൽ, വഴികാട്ടിയായിട്ടൊരു ഖുർആനുണ്ട്. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ യഥാർത്ഥ മുസ്ലിമായിരിക്കും. എന്നെ കണ്ടാൽ ഒരു മുസ്ലിമാണെന്ന് തോന്നാൻ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, തീർച്ചയായും ഞാൻ മുസ്ലിമാണ് എന്ന അഭിമാനത്തോടെ ഏത് പ്രതിസന്ധിയും നമുക്ക് പറയാൻ സാധിക്കണം. ഫലസ്തീനിന്റെ മണ്ണിൽ നമ്മൾ കാണുന്നില്ലേ സഹോദരങ്ങളെ, അവിടെ എന്താണ് ആ ഫലസ്തീനികളുടെ ഈമാൻ നോക്ക് നിങ്ങൾ. 100 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദിന്റെ പാരമ്പര്യം പറയുന്ന നമുക്കുണ്ടോ? തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ തന്റെ ഉറ്റവരും ഉടയവരും അതിനടിയിൽ പെട്ടുപോയിരിക്കുകയാണ്. ജീവനോടെയാണോ മരണപ്പെട്ടോ എന്ന് പോലും അറിയില്ല. ആ തകർന്നു വീഴുന്ന ബിൽഡിങ്ങിന്റെ സമീപത്തിരുന്നു കൊണ്ട് ഒരു ഫലസ്തീനി ബാലൻ ഓതുകയാണ്. എന്താ ഓതുന്നത്? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാതി വബശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിശ്വാസികളുടെ ഇസ്തിർജാഅാണത്. അള്ളാഹുവിന്റെ പരീക്ഷണം ഏതൊക്കെ നിലക്ക്. ഈ ഒരു ആദർശം നെഞ്ചിലേറ്റുമ്പോ പലതും കേൾക്കേണ്ടി വരും, പലതും നേരിടേണ്ടി വരും. പലരുടെയും ശത്രുതയും വിദ്വേഷവും നമ്മുടെ നേർക്ക് പലരും തിരിച്ചു വരും. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞില്ലേ, ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും, നിങ്ങൾ തീർച്ചയായും പരീക്ഷിക്കപ്പെടും നിങ്ങളുടെ സമ്പത്തിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ. അത് മാത്രമല്ല വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളിൽ നിന്ന് പലതും കേൾക്കേണ്ടി വരും. അവരിൽ നിന്ന് മാത്രമല്ല വമിനല്ലദീന അശ്റകൂ, ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് അദൻ കസീറ, ധാരാളം കുത്തുവാക്കുകൾ, ഉപദ്രവങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും, കാണേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. അവിടെയൊക്കെ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. വഇൻ തസ്ബിറു വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ക്ഷമയും തഖ്വയും അത് രണ്ടും ദൃഢനിശ്ചയം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. വലാ തഹീനു വലാ തഹസനു വഅൻതുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദൗർബല്യം കാണിക്കരുത്, നിങ്ങൾ ദുഃഖിക്കരുത്. നിങ്ങൾ മുഅ്മിനീങ്ങളാണോ, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. അതുകൊണ്ട് ഞാനൊരു മുഅ്മിനാണ്, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഏത് പ്രതിസന്ധിയിലും പറയാൻ നമുക്ക് കഴിയണം. ഞാൻ അവസാനിപ്പിക്കട്ടെ സഹോദരങ്ങളെ. ഞാൻ ആമുഖമായി ഓതി വെച്ച 2 ആയത്തുകളുണ്ട്, അതിൻ്റെ അർത്ഥം കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ ഓതി വെച്ച വചനങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിൻ്റെ 29-32 ആയത്തുകളാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ. നമ്മളൊക്കെ പാരായണം ചെയ്യുന്നവരാണല്ലോ. ഖുർആൻ ക്ലാസ്സുകൾ ധാരാളമായി സംഘടിപ്പിക്കുന്നവരാണ്. QHLS ആയിട്ടും SLRC ആയിട്ടും CRE ആയിട്ടും പല പേരുകളിലുമുള്ള ഖുർആൻ ക്ലാസ്സുകളൊക്കെ നമുക്കിടയിൽ നടക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ, വഅഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തുന്നവർ, വഅൻഫഖൂ മിമ്മാ റസഖനാഹും, തങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുന്നവർ, സിർറൻ വഅലാനിയ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെലവഴിക്കുന്നവർ. യർജൂന, അവർ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം പറ്റാത്ത ഒരു കച്ചവടമാണത്. ഒരുപാട് ബിസിനസ് ജീവിതത്തിൽ ചെയ്യുന്നവരാണ് നമ്മൾ. ചിലപ്പോൾ ലാഭം ഉണ്ടാവും, ചിലപ്പോൾ നഷ്ടം ഉണ്ടാവും, ലാഭം കുറയും, ചിലപ്പോൾ മുതൽ പോലും കിട്ടൂല, ചിലപ്പോ സാമ്പത്തികമായി തകർന്ന് തരിപ്പണായി പിടിച്ചിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും. എന്തോ ആയിക്കോട്ടെ, ഖുർആൻ പറയാ ഒരിക്കലും നഷ്ടം വരാത്തൊരു ബിസിനസ്സാണ്. ഈ ബിസിനസ്സിൽ നഷ്ടമില്ല, ലാഭം മാത്രമേ ഉള്ളൂ. ലാഭം മാത്രമുള്ള ഒരു ബിസിനസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഈ ചാത്തല്ലൂര് വിട്ടുപോകുന്നത്. ഞാൻ ഈ പ്രദേശത്ത് 3ാമത്തെ തവണയാണ് വരുന്നത്. 2 തവണ ഞാൻ ചാത്തല്ലൂർ വന്നു. ഇതിനു മുമ്പ് ഈ പള്ളിയുടെ തൊട്ടടുത്ത്, നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്ത് അതിനോട് ചേർന്നൊരു ഗ്രൗണ്ടിൽ ഞാൻ ഒരു ദിവസം ഇതുപോലെ നിങ്ങളെ അഭിമുഖീകരിച്ചു. ചാത്തല്ലൂര് 2ാമത്തെ തവണയാണ്. ഉദായിയിൽ ഞാൻ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്നോടും നിങ്ങളോടുമായി പറയുകയാണ്, ഒരിക്കലും നഷ്ടം വരാത്തൊരു ബിസിനസ്, ഖുർആൻ പഠിപ്പിച്ചതൊരു ബിസിനസ്. ആ ബിസിനസ് ചെയ്യുന്നവരായി
ആ ബിസിനസ് ഏറ്റെടുത്തവരായിട്ട് ഈ സദസ്സ് വിട്ട് നമ്മൾ പോകണം. അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ, നമസ്കാരം നിർവഹിക്കുന്നവർ, തങ്ങൾക്ക് നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവ് ചെയ്യുന്നവർ, ഒരിക്കലും നഷ്ടം പറ്റാത്ത ഒരു കച്ചവടം, ഒരു വ്യാപാരമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലിയുവഫിയഹും ഉജൂറഹും, അവരുടെ ആ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം പരിപൂർണമായിട്ട് അല്ലാഹു കൊടുക്കുന്ന, പൂർത്തീകരിച്ചു കൊടുക്കും. എൻ്റെ ലാഭവിഹിതം കുറഞ്ഞു പോയോ, എനിക്ക് ലാഭം ഉണ്ടായിട്ട് അത് കിട്ടാണ്ട് പോയോ എന്നൊരു ബേജാറ് വേണ്ട, പൂർത്തീകരിച്ച് അല്ലാഹു തരും. അതുമാത്രമല്ല വയസീദഹും മിൻ ഫദ്ലിഹി, അവന്റെ ഫദ്ലിൽ നിന്ന് നിങ്ങൾക്ക് കൂട്ടിത്തരും, വർദ്ധിപ്പിച്ചു തരും. ഇരട്ടി 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 ലാഭമുള്ള നന്മയുടെ മീസാനിൽ കരം തൂങ്ങുന്ന, പരലോകത്ത് ഒരിക്കലും നഷ്ടം വരാത്ത ഒരു ബിസിനസ്. എന്നിട്ട് അല്ലാഹു ആയത്ത് അവസാനിപ്പിക്കുക, ഇന്നഹു ഗഫൂറുൻ ശക്കൂർ, തീർച്ചയായും അവൻ ഗഫൂറാണ്, ശക്കൂറാണ്, പൊറുക്കുന്നവനാണ്, നന്ദിയുള്ളവനാണ്. നിങ്ങളിൽ സംഭവിച്ചു പോയത് അല്ലാഹുവിന് പുറത്തു തരും. നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നന്ദിപൂർവ്വം അല്ലാഹു നിങ്ങളിൽ നിന്ന് സ്വീകരിക്കും. അതുകൊണ്ട് ഈ ആയത്ത് നെഞ്ചിലേറ്റുക. 35-ാം അധ്യായം സൂറ അൽ ഫാത്തിർ 29-30 രണ്ടായത്തുകൾ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടം വരാത്തൊരു ബിസിനസ്സാണ്. ഈ ബിസിനസ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കാം. ഈ ബിസിനസ് ചെയ്യാൻ 10 പൈസ മുതൽ മുടക്കില്ല, തുടങ്ങി വെക്കാൻ പോലും ₹1 ആവശ്യമില്ല. ഖുർആൻ ഓതുക. യച്ലൂന എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പിന്തുടരുക എന്നും ആ പദത്തിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഓതിയാ പോരാ. അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ അഫലാ തഅഖിലൂൻ. നിങ്ങൾ ജനങ്ങളോട് പുണ്യത്തെ പറ്റിയൊക്കെ കൽപ്പിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ എന്താ ചിന്തിക്കാത്തതെന്നാ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അമ്മ ലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഈ ഖുർആനെ പറ്റി നിങ്ങൾ ചിന്തിക്കണില്ലേ? നിങ്ങളുടെ ഹൃദയം താഴിട്ട് പൂട്ടിയിരിക്കുകയാണെന്നാ. അപ്പൊ ഓതലല്ല, ഓത്തിനെ പിന്തുടരുക. ആ ഓത്തിനനുസരിച്ച്, പാരായണത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. അങ്ങനെ ഖുർആൻ ഓതുന്ന നിസ്കാരമുള്ളവനായിരിക്കും. ഖുർആൻ ഓതുന്ന നിസ്കാരമുള്ളവരായിരിക്കും. യഥാർത്ഥ ഖുർആൻ ഓത്തുകാരൻ എന്ന് പറഞ്ഞാൽ അവൻ നിസ്കാരമുള്ളവനായിരിക്കും. അതാണ്. അല്ലാണ്ട് പ്രവാചകൻ പറഞ്ഞില്ലേ, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഇസ്ലാം അതിന്റെ പേരിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന, ഖുർആൻ അതിന്റെ ലിപിയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു കാലം വരാനുണ്ട്. സംഗീതാത്മകമായി ഖുർആൻ ഓതുന്ന ആളുകളുണ്ടാവും, തൊണ്ടക്കുഴി വിട്ട് താഴോട്ട് ഇറങ്ങില്ല. അങ്ങനെയുള്ളവരല്ല നമ്മൾ. ഖുർആൻ ഓതുക, നിസ്കാരം നിലനിർത്തുക. അങ്ങനെ ഖുർആൻ ഓത്തുണ്ട്, നിസ്കാരമുണ്ട്, അവൻ എന്ത് ചെയ്യും? സമൂഹത്തിലേക്ക് ഇറങ്ങും, മറ്റവന്റെ കാര്യത്തിൽ ഇടപെടും, പാവപ്പെട്ടവനെ സഹായിക്കും, ചേർത്ത് പിടിക്കും, അവന്റെ കണ്ണീരൊപ്പും, സഹായഹസ്തങ്ങൾ നീട്ടും. അതാണ് ഖുർആൻ റസഖനാവും. അള്ളാഹു നൽകിയിട്ടുള്ളതിൽ അവർ ചെലവഴിക്കും. സിർറൻ വ അലാനിയ, രഹസ്യമായിട്ടും പരസ്യമായിട്ടൊക്കെ. ഇസ്ലാമിൽ രഹസ്യമായ പരസ്യമായ ദാനധർമ്മമൊക്കെയുണ്ട്. ആ സാഹചര്യവും സന്ദർഭവും ആവശ്യകതയും അനുസരിച്ച് നമ്മൾ ചെലവഴിക്കുക എന്നുള്ളതാണ്. അതാണ് നഷ്ടം വരാത്ത ബിസിനസ്. അതിന് പൂർണ്ണമായ പ്രതിഫലമുണ്ട്. വീണ്ടും അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു തരും. അള്ളാഹു പൊറുക്കുന്നവനും നന്ദിയുള്ളവരുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു വച്ച അമലുകൾ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയാതെ, പാഴാക്കി കളയാതെ ആ നന്മകളെല്ലാം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ അമൽ സ്വാലിഹാത്തുകൾ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തു കൂട്ടിയ ഓരോരോ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എത്രയോ മണിക്കൂറുകൾ റബ്ബേ നിന്റെ ദീനിന് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചവരാണ്. സമയം ഞങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്, സമ്പത്ത് ഞങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്, ആരോഗ്യം ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇവിടെ മാറ്റിവെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് നീ തന്ന അറിവ് ഇതാ ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ റഹ്മാനേ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ ഈ സംഗമത്തെ, ഈ കൂട്ടായ്മയെ, ഞങ്ങൾ ഈ മഹല്ലുകാർ ചെയ്തു വെച്ച ഈ സൽപ്രവൃത്തിയെ നന്മയുടെ മീസാനിൽ കനം തൂങ്ങുന്ന പ്രവർത്തനമായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹുവേ. ഈ ഗ്രൗണ്ടിൽ നിന്റെ പേരിൽ ഒത്തൊരുമിച്ചതുപോലെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, രോഗികളായ ആളുകളുണ്ട്, ശാരീരികമായ അവശതകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഞെരുക്കങ്ങൾ മാറ്റിക്കൊടുക്കണേ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണേ
അവർക്ക് നീ വിശാലത നൽകണേ അല്ലാ. അവരുടെ കടബാധ്യതകൾ തീർത്തു കൊടുക്കണേ അല്ലാ. അവരുടെ ബിസിനസ്സിൽ അല്ലാഹുവേ നീ ഐശ്വര്യം നൽകണേ, അഭിവൃദ്ധി നൽകണേ, വർധനവ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവര്, വീടുകളിലായി ഹോസ്പിറ്റലിലായി കഴിച്ചു കൂട്ടുന്നവര്, രോഗം ഉണ്ടായിട്ടും അതൊന്നും കണക്കിലെടുക്കാതെ ഈ സദസ്സിലേക്ക് വന്നിരുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രായം ചെന്നവരുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്. അല്ലാഹുവേ അവരുടെ രോഗങ്ങൾക്ക് പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ. പൂർണ്ണ ആഫിയത്തോടെ വളരെ വേഗം ഞങ്ങളിലേക്ക് തിരിച്ചു വരാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സന പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മഹല്ലിനെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മഹല്ലിൽ നീ ഹിദായത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മഹല്ലിൽ എല്ലാവിധ ബർക്കത്തും റഹ്മത്തും ചൊരിയണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ സക്കീനത്തും മവദ്ദത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ കണ്ണിന് കുളിർമയേകുന്ന, മനസ്സിന് സന്തോഷം നൽകുന്ന സ്വാലിഹായ മക്കളെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾക്കുണ്ടാകുന്ന ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദുനിയാവിൽ, ഞങ്ങളുടെ ഖബറിൽ, ഞങ്ങളുടെ ആഖിറത്തിൽ ഉപകരിക്കുന്ന, ഞങ്ങളുടെ നാടിന് ഉപകരിക്കുന്ന, ഞങ്ങളുടെ രാജ്യത്തിന് ഉപകരിക്കുന്ന സ്വാലിഹായ മക്കളായി വളർന്നു വരാൻ ഞങ്ങളുടെ മക്കളെ നീ സഹായിക്കണേ അല്ലാ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന സ്വാലിഹായ മക്കളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഇസ്ലാമികപരമായ ഒരു അന്തരീക്ഷം നിലനിർത്താൻ, ഞങ്ങളുടെ വീടുകളിൽ നിലനിർത്താൻ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. അതിനുള്ള ഇൽമ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ ഖുർആൻ പഠിക്കുന്ന, നാളെ നിന്റെ പരലോക കോടതിയിൽ നിന്നെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ ദീനിന്റെ വക്താക്കളിൽ, നിന്റെ നല്ലവരായ ദാസന്മാരിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന റബ്ബേ, നിന്റെ കലാം രാവും പകലും വ്യത്യാസമില്ലാതെ ഉരുവിടുന്ന, ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുമ്പോ ഖുർആൻ ഓതിക്കൊണ്ട് മരിച്ചു പോകാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിച്ചു പോകാൻ, മുവഹിദായി മരിച്ചു പോകാൻ, തൗഹീദിന്റെ സുന്നത്തിന്റെ മാർഗത്തിലായി മരിച്ചു പോകാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ശിർക്കിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന്, ഖുറാഫാത്തുകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന്, സകല തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള മനക്കരുത്ത് പ്രദാനം ചെയ്ത് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ റഹ്മാനേ. അല്ലാഹുവേ നിന്റെ ദീൻ സ്നേഹിച്ചതിന്റെ പേരിൽ, ആ ദീൻ മുറുകെ പിടിച്ചതിന്റെ പേരിൽ, ആ ദീനിനെ നെഞ്ചിലേറ്റിയതിന്റെ പേരിൽ, ആ ദീൻ പ്രബോധനം ചെയ്തതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ റഹ്മാനെ, ഫലസ്തീനിന്റെ മണ്ണിൽ പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാര്, പിഞ്ചുമക്കള്, ഭാര്യ ഭർത്താക്കന്മാര്, ഉമ്മമാര്, ഉപ്പമാര്, അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ആഗ്രഹം നീ പൂർത്തീകരിക്കണേ അല്ലാ. അവർക്ക് നീ സമാധാനം ചൊരിയണേ അല്ലാ. അവർക്ക് നീ സ്ഥൈര്യം നൽകണേ അല്ലാ. അവരുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. പിറന്ന നാടിന് വേണ്ടി, ആ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഞങ്ങളുടെ ഫലസ്തീനിന്റെ മക്കൾ, ഫലസ്തീനിലെ സഹോദരങ്ങൾ, ഗസയിലെ കുഞ്ഞുമക്കൾ, അവിടെ മരിച്ചു വീഴുന്നവർ, അല്ലാഹുവേ ശുഹദാക്കളിൽ അവരെ ഉൾപ്പെടുത്തണേ. ഷഹീദിന്റെ കൂലി നൽകി നീ അവരെ അനുഗ്രഹിക്കണേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ ദീനിനെ കുറിച്ച് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന, ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്ന, ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ, ഞങ്ങൾക്ക് മാതൃകയായി വർത്തിച്ച, ഞങ്ങളുടെ നാട്ടിൽ മരണപ്പെട്ടു പോയ കാരണവന്മാരായ ആളുകൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങൾക്ക് ഈ തൗഹീദിന്റെ വെളിച്ചം പകർന്നു തന്ന ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പണ്ഡിത നേതാക്കന്മാർ പലരും ഇന്ന് ബർസഖിലാണ്. അല്ലാ
അവരുടെ ബർസഖ് നീ വിശാലമാക്കണേ അല്ലാ, അവരുടെ ബർസഖ് നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ, അവർക്ക് അവരുടെ ബർസഖിൽ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ അല്ലാ, അവരുടെ ബർസഖിലേക്ക് സ്വർഗ്ഗത്തിൽ നിന്നുള്ള കവാടം തുറന്നു കൊടുക്കണേ അല്ലാ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ദീനിനെ കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു കൂട്ടായ്മ, ഒരു സംഘം ഇവിടെ സംഘടിപ്പിച്ച, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, സ്ത്രീകൾ മുതൽ പുരുഷന്മാര് വരെ, ചെറിയ കുട്ടികൾ വരെ, ഇത് സംഘടിപ്പിച്ചവര്, ഇവിടെ പന്തലിട്ടവര്, ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തവര്, നല്ല രൂപത്തില് സൗണ്ട് സിസ്റ്റം ഏർപ്പാട് ചെയ്തവര്, ഇവിടെ ഭക്ഷണം ഒരുക്കിയവര്, ആ ഭക്ഷണം വിതരണം ചെയ്തവര്, ഇവിടെ പ്രസംഗിച്ചവര്, അതുപോലെ ഇവിടെ കേട്ടിരുന്നവര്, ശാന്തമായി ഇതിനോട് സഹകരിച്ചവര്, ഈ നേരം വരെ ഇതിനോട് സഹകരിച്ച് ഇവിടെ ഇരുന്നവര്, ഇതിന്റെ നോട്ടീസ് വിതരണം ചെയ്തവര്, പോസ്റ്റർ ഒട്ടിച്ചവര്, പബ്ലിസിറ്റി നൽകിയവര്, ആളുകളെ ഇതിലേക്ക് ക്ഷണിച്ചവര്, ഇതിനു വേണ്ടി സമ്പത്ത് ചെലവഴിച്ചവര്, മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണേ അല്ലാ. ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാ, നന്മയുടെ മീസാനിൽ കനം തൂങ്ങുന്ന പ്രവർത്തനമായി സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ദീനിനെ സ്നേഹിക്കുന്ന ദീനിന്റെ വക്താക്കളിൽ, നീ ഇഷ്ടപ്പെടുന്ന നിന്റെ നല്ലവരായ ദാസീദാസന്മാരിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. ഇനിയും നിന്റെ ദീൻ പറയാനുള്ള ആഫിയത്തിനെ തരണേ അല്ലാ, ദീർഘായുസ്സനെ നൽകണേ അല്ലാ, താക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. യഥാർത്ഥ ദീനിന്റെ വക്താവായി മുവഹിദായി തൗഹീദ് ഉൾക്കൊണ്ട് പ്രവാചകന്റെ സുന്നത്തുകളെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തൗഹീദാണ് പ്രധാനം, സുന്നത്താണ് നിദാനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനായി മുവഹിദായി ദുനിയാവിൽ നിന്ന് മരിച്ചു പോകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മരിക്കുന്നത് വരെ കുടുംബസഹിതം ഈ ദീനിന്റെ മാർഗത്തിലായി പ്രവർത്തിക്കാനുള്ള എല്ലാവിധ തൗഫീഖും പ്രദാനം ചെയ്യണേ അല്ലാ. ഈ സംഗമത്തിൽ ഫാമിലി അടക്കം കുടുംബസഹിതം വന്നതുപോലെ ഫാമിലി അടക്കം നാളെ നിന്റെ സ്വർഗീയ ആരാമത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. പരലോക വിചാരണയുടെ കോടതിയിൽ അല്ലാഹുവേ, സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് വേർതിരിക്കുമ്പോ അതാ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലായി എത്തിപ്പെടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നബിമാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. സിറാത്ത് എന്ന പാലം, നരകത്തിന് മീതെയായി നീ സ്ഥാപിക്കുന്ന സിറാത്ത് അതിവേഗം ഓടിക്കടക്കാനുള്ള താക്കത്ത് തരണേ അല്ലാ. അതിനുള്ള നന്മകൾ ദുനിയാവിന്റെ ജീവിതത്തിൽ സമ്പാദിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ലഘുവായ വിചാരണ നേരിടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ആകാശഭൂമികളോളം അതിവിശാലമായ ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ഹൃദയത്തിനും രൂപകൽപ്പന ചെയ്യാൻ സാധിക്കാത്തത്ര മാത്രം അനുഗ്രഹങ്ങൾ നിറഞ്ഞ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗീയ ആരാമത്തിൽ കുടുംബസഹിതം പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا بالكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم توفنا مسلما وألحقنا بالصالحين. اللهم انصر إخواننا في المستضعفين في كل مكان. اللهم انصر إخواننا في المستضعفين في فلسطين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين.
اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وقنا عذاب النار وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وسلام على المرسلين والحمد لله رب العالمين آمين 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 برحمتك يا أرحم الراحمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك اللهم صل على محمد وعلى آل محمد السلام عليكم ورحمة الله وبركاته